അതാ മഹാനുഭാവന്റെ ബഹുമാനാർത്ഥം മലക്കുകൾ ചെയ്തതാണ്. എന്നാൽ നമുക്കങ്ങനെ ചെയ്യാൻ ബാധ്യതയില്ല. ഇനി ഷഹീദൊന്നും അല്ല, ഒരാൾ മരിച്ചെടുക്കുക. ഈ മരിച്ചു കിടക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യനെ വിളിച്ച് ചോദിക്കണോ, എടി ഈ മരിച്ചല്ലോ, നിങ്ങൾ തമ്മിൽ ഇന്നലെ രാത്രി എന്തെങ്കിലും സംഗതി നടന്നിട്ടുണ്ടോ, 2 കുളി കുളിപ്പിക്കണോ, അങ്ങനെ ചോദിക്കേണ്ടിയുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. നോക്കിക്കോളൂ, അത് തുഹ്ഫയുടെ 3-ാം വാള്യം 202-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ആ വായിച്ചതിന്റെ ആശയം, വലിയ അശുദ്ധിയുള്ള ആള്, ആർത്തവരക്തമുള്ള സ്ത്രീ, പ്രസവരക്തമുള്ള സ്ത്രീ, ഇവരൊക്കെ കുളിച്ച് വൃത്തിയാണിനടുക്ക് മരിച്ചാൽ 2 കുളി കുളിപ്പിക്കേണ്ടതുണ്ടോ? ഇല്ല, ഉസ്ലൻ ഫഖത്ത്, ഒറ്റ കുളി കുളിപ്പിച്ചാൽ മതി. കാരണം ലിംഗിത്തായി മാ അലൈഹി മാ ബിഹി, മൗത്തോടുകൂടി ബാക്കിയുള്ളതൊക്കെ കഴിയും. അവ ചോദിക്കാൻ പോണ്ട. അതേപോലെ തന്നെ ഈ കക്ഷികൾ, ആർത്തവമുള്ള സ്ത്രീ, അതുപോലെ പ്രസവരക്തം നരച്ചിട്ടില്ലാത്ത സ്ത്രീ, ജനാബത്തുള്ളയാള്, ഇവർക്ക് വേറെ മയ്യത്ത് കുളിപ്പിക്കാമോ? തുഹ്ഫയിൽ 3-ാം വാള്യം 202-ാമത്തെ പേജിൽ, തുഹ്ഫ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ്. പറയുന്നു, വയഗ്സിലുൽ ജുനുബു വൽ ഹായിദു വമിസ്ലുഹും അൻ-നുഫസാഉൽ മയ്യിത ബിലാ കറാഹത്തിൻ, അതിൽ കറാഹത്തില്ല, കുളിപ്പിക്കാം. ഞാനതങ്ങോ ഒന്നുകൂടി തറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാല്, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സംശയം വന്നിരുന്നല്ലോ. എന്താ, മരണം ആസന്നമായ വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അത് കറാഹത്താണ്, നമ്മൾ പിടിച്ചു മാറ്റാനൊന്നും പോകുന്നില്ലെങ്കിലും അത് കറാഹത്താണ്, അത്ര നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കുളിപ്പിക്കുന്നിടത്ത് ഇത് ബാധകല്ല, അത് ബാധകല്ല തന്നെയാണ് മസല. ബിലാ കറാഹത്തിൻ, കറാഹത്ത് പോലും ഇല്ല. ഇതിന്റെ അർത്ഥം ഇവളെ കൊണ്ട് എന്നെ കുളിപ്പിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിട്ടൊന്നും പറയല്ല. ഏത്, ഈ കുളിച്ചിട്ടില്ലാത്ത പെണ്ണ് ഓളെ കൊണ്ട് എന്നെ ഈ മയ്യത്തിനെ കുളിപ്പിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിയമം അങ്ങനെയാണ്. നിയമം ഹറാമാണോ? ഒരു ഹൈലുള്ള പെണ്ണ്, ആർത്തവള്ള പെണ്ണ് വേറെ ഉമ്മായോ മറ്റോ മരിച്ചിട്ട് കുളിപ്പിക്കുന്നത് ഹറാമാണോ? അല്ല. കറാഹത്താണോ? അതുപോലും അല്ല. അല്ലാത്തതാണെന്ന് മനസ്സിലാക്കി വെച്ചാലൊക്കെ കുഴപ്പമുണ്ട്. എന്താ ഇപ്പൊ ഈ കുളിപ്പിക്കുന്നതെന്നുള്ള ഞാനിത് ഇപ്പൊ കാണിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തം മനസ്സിലാവും ഇത് മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട പണിയല്ല, ഉമ്മ മരിച്ചാൽ ഞാൻ തന്നെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത്തരം ചില സന്ദർഭത്തിൽ ഒരു ഉമ്മ മരിച്ചിരിക്കുന്നു, ആ ഉമ്മാക്ക് 2 പെൺകുട്ടികളുണ്ട്, അതിൽ ഒരെണ്ണത്തിന് ആർത്തവ, എന്നാല് ഓള് കുളിപ്പിക്കേണ്ട മറ്റോള് കുളിപ്പിച്ചോട്ടെ, അതിന് നമുക്ക് എതിർക്കണില്ല, അതിനെ നല്ലത്, അതല്ല ഈ പറയണത്. അതേ സമയത്ത് മരിച്ച ആ ഉമ്മാക്ക് വളരെ ബന്ധപ്പെട്ട ഒരു മകളുണ്ട്, ആ മകൾക്ക് ഈ സംഭവമാണെന്ന് പറഞ്ഞ് മാറി എന്നിട്ട് അന്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കണോ? വേണ്ട. കാരണം ഇത് തടസ്സമില്ല, അർത്ഥമുണ്ടെന്ന് ഓർത്തിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ നിൽക്കണില്ല, അങ്ങനെ പിടിച്ചു വെച്ചോളൂ. ഇതൊക്കെ ഇങ്ങനെ വിളിച്ച് ഒരുപാട് പറയേണ്ടി വരുമല്ലോ. കാരണം എന്താണെന്നറിയാം, ഇത്തരം ചില വിഷയങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും പറഞ്ഞു പോകുന്നത് എന്തെങ്കിലും ഒന്നവിടെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ആ മനസ്സിലാക്കി വെച്ചതിൽ നിന്ന് ആരെന്തൊക്കെ പറഞ്ഞാലും മാറൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒച്ച എടുക്കുന്നതിന് കാര്യം ഉണ്ടാവില്ല. മസ്അലയായിട്ട് തന്നെ പഠിച്ചവിടെ വെക്കണം. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് എന്താണ്, മരിച്ച ആൾക്ക് വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒരു കുളി കുളിപ്പിക്കേണ്ടതില്ല. കുളിപ്പിക്കുന്ന വ്യക്തിക്ക് വലിയ ശുദ്ധി ഉണ്ട് എന്ന നിലയ്ക്ക് കുളിപ്പിക്കുന്നത് ഹറാമോ കറാഹത്തോ ആകുന്നില്ല. അതവിടെ പഠിച്ചു വെക്കുക. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. നാം പറഞ്ഞു വരുന്നത് ഏതൊക്കെ വ്യക്തികളെയാണ് കുളിപ്പിക്കേണ്ടത്, ഏതൊക്കെ മയ്യത്തുകളെയാണ് കുളിപ്പിക്കേണ്ടതെന്നാണ് ചർച്ച. ബിസ്മില്ലാ, നോക്കിക്കോളൂ. വസ്സിഖ്തു, ആരൊക്കെയാണ് കുളിപ്പിക്കേണ്ടത്? ഒന്നുകൂടി ശ്രദ്ധിക്കണേ. ആരൊക്കെയാണ് കുളിപ്പിക്കേണ്ടതെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു. ഏറ്റവും അടുത്ത ബന്ധുക്കൾ. ആരെയൊക്കെയാണ് കുളിപ്പിക്കേണ്ടതെന്നാണ് ഇപ്പൊ പറയുന്നത്. അതിൽ രക്തസാക്ഷിയെ കുളിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്ന് നോക്കോ, വസ്സിഖ്തു,
സിഖ്തു ഇൻ ലഹറത് അലൈഹി അമാറത്തുൽ ഹയാത്തി ബിഅൻ ഇസ്തഹല്ല അബി ഇഖ്തലജ ബഅദ ഇൻഫിസാലിഹി വജബ കുല്ലു മാ ദുകിറ. തികയാതെ പ്രസവിച്ച കുട്ടിയുണ്ടല്ലോ, അതിനാണ് സിഖ്തു എന്ന് പറയാ. ഇത് ജനിച്ചു വീണപ്പോ ജീവനുണ്ടായിരുന്നു എന്നതിന്റെ മേൽ അറിയിക്കുന്ന വല്ല ലക്ഷണവും കണ്ടാൽ ഒന്ന് ശബ്ദിച്ചു, അല്ലെങ്കിൽ ഒന്ന് പെടച്ചു, മരിച്ചും പോയി എങ്കിൽ വജബ കുല്ലുമാ ദുക്കിറ, വലിയ ഒരാൾക്ക് എന്തൊക്കെ ചെയ്യണമെന്നാണോ നമ്മൾ പറഞ്ഞത് അതൊക്കെ ചെയ്യണം എന്നാ. അപ്പൊ 4 കാര്യം നിർബന്ധവും. ഏതൊക്കെയാണ്? കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറവ് ചെയ്യുക. ഇത് വലിയ ഒരാൾ മരിച്ചാൽ നിർബന്ധമാണോ? അതൊക്കെ ആ പ്രസവിച്ചിങ്ങോട്ട് വീണ് അപ്പൊ തന്നെ മരിച്ചില്ലേ, അതിന് ബാധക എന്നിക്കോളൂ. ഇല്ല, അങ്ങനെയല്ല. ഫഇൻ ലഹറത് ഖൽഖുഹു ബിഅൻ ബലഗ 4 അശ്ഹുരിൻ ഐ 120 യൗമൻ ഹദ്ദ നഫ്ഖിർ റൂഹ്. തികയാതെ പ്രസവിച്ച ഈ കുട്ടിയുണ്ടല്ലോ, അതിന് ജനിച്ചു വീണപ്പോ ജീവനില്ല, എന്നാൽ മനുഷ്യക്കോലമുണ്ടോ എന്ന് നോക്കണം. അതെങ്ങനെ? 4 മാസം ആയ ശേഷമാണ് ഈ പ്രസവം നടന്നതെങ്കിൽ 4 മാസം എന്ന് പറഞ്ഞാൽ 120 ദിവസം, അതായത് ഹദ്ദ നഫ്ഖിർ റൂഹ്, റൂഹ് ഊതുന്ന പരിധി. ആ 4 മാസത്തിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ, മനുഷ്യക്കോലമുണ്ടെങ്കിൽ വജബ മാ അദസ്വലാത്തി, നിസ്കാരം ഒഴിച്ച് ബാക്കിയൊക്കെ വേണം. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളെ ജീവിതത്തിൽ കണ്ട് വന്നാൽ നെട്ടോട്ട ഓടണ്ട. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എറണാകുളം ജില്ലയിലെ പല വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നിന്നും ഓടി പള്ളിയിൽ വരും. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ചോദിക്കാൻ. ഇനി നിങ്ങൾ ആരോട് ചോദിക്കേണ്ട, ഇത് അത് കേട്ടിട്ട് പഠിച്ചാടെ വെച്ചോളൂ. ഞാൻ കിതാബിൽ നോക്കിയിട്ടല്ലേ വായിക്കണത്. എന്ത് ചെയ്യണം? 3 കാര്യം നിർബന്ധമാവും. അതേതൊക്കെയാണ്? കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറമാടണം, നിസ്കരിക്കണ്ട. ഇനി അടുത്തത് വൈലം യദ്ഹർ, മനുഷ്യക്കോലവും ഇല്ല, അതായത് ബിഅൻ ഫസല ലിദൂനി 4 അശ്ഹുർ, 4 മാസം തികയുന്നതിന്റെ മുമ്പാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എങ്കിൽ 2 കാര്യം. ഏതൊക്കെയാണ്? സുന്ന സത്റുഹു വദഫ്നുഹു, അതൊരു ശീലയിൽ മറച്ചിട്ട് പൊതിഞ്ഞിട്ട് മറവ് ചെയ്യണം. അപ്പൊ ആദ്യം പറഞ്ഞതിൽ 4 കാര്യം വന്നു, രണ്ടാമത് പറഞ്ഞതിൽ 3 കാര്യം വന്നു, ഇപ്പോൾ പറഞ്ഞത് 2 കാര്യം. എന്ന് നോക്കോ, വഇൻ കാനത് അലഖതൻ ഔ മുൽഗതൻ നുദിബ ദഫ്നുഹാ, അത് മറമാടണം. അപ്പൊ 1 കാര്യമേ നിർബന്ധമാവുന്നുള്ളൂ. ആദ്യം പറഞ്ഞതിൽ 4, പിന്നെ പറഞ്ഞതിൽ 3, പിന്നെ പറഞ്ഞതിൽ 2, അവസാനം പറഞ്ഞതിൽ 1. ആ മാംസപിണ്ഡം മറമാടുക, അത് മാത്രമേ അത് ചെയ്യേണ്ടതുള്ളൂ. അപ്പോ ഇത് നോക്കോളൂ, വലൗ വജദ ജുസ്ഉ മുസ്ലിമിൻ ഉലിമ മൗതുഹു, മരിച്ചുപോയി എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ഒരവയവം മാത്രം നമുക്ക് കിട്ടി, എന്നാൽ എന്ത് ചെയ്യണം? ഉസില വസുത്തിറ വസുല്ലിയ അലൈഹി, ആ അവയവത്തെ കുളിപ്പിക്കണം, ആ അവയവത്തെ കഫൻ ചെയ്യണം, അത് വെച്ചുകൊണ്ട് നിസ്കാരം നടത്തണം. വദുഫിന വുജൂബ, നിർബന്ധമായും അത് മറമാടുകയും വേണം. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവമുണ്ട്. സ്വല്ലത്തി സ്വഹാബത്തു റളിയല്ലാഹു അൻഹും, സഹാബിമാര് നിസ്കരിച്ചു. അലാ യദി അബ്ദുറഹ്മാൻ ഇബ്നു അതാബ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു അതാബിന്റെ കൈ വെച്ചുകൊണ്ട് നിസ്കരിച്ചു. അൽഖാഹ ത്വാഇറു നസ്രിൻ ബി മക്ക, ഒരു പരിന്താണ് ആ കൈ കൊത്തിക്കൊണ്ടുവന്ന് മക്കയിലിട്ടത്. മിൻ വഖഅത്തിൽ ജമൽ, ജമൽ യുദ്ധം നടന്ന സ്ഥലത്ത് നിന്ന് ആ കൈ കൊത്തിയെടുത്ത് കൊണ്ടുവന്നിട്ട് പരുന്ത് മക്കയിലിടുകയായിരുന്നു. വഅറഫൂ അന്നഹാ യദുഹു ബിഖാതമിഹി, ആ കയ്യിലുണ്ടായിരുന്ന ഒരു മോതിരം വെച്ചുകൊണ്ട് ഇത് അബ്ദുറഹ്മാൻ ഇബ്നു അതാബിന്റെ കൈയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ കൈ വെച്ചുകൊണ്ട് നിസ്കരിച്ചു. ഇതൊക്കെ കുളിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണല്ലോ. സഹോദരന്മാരെ,
ഇപ്പോൾ ഒരു കാര്യം ഇനി നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിവിടെ ഒരു മയ്യത്ത് കയറ്റി വെച്ചിട്ടുണ്ട് കുളിപ്പിക്കാൻ. ആ മയ്യത്ത് ഇപ്പൊ ഈ പറഞ്ഞ നിയമങ്ങളുടെ വെളിച്ചത്തിൽ കുളിപ്പിക്കേണ്ട മയ്യത്താണോ കുളിപ്പിക്കേണ്ടാത്ത മയ്യത്താണോ? എന്താ മനസ്സിലായത്? അത് പറയും. നമ്മളൊരാളെ അവിടെ കയറ്റി വെച്ചില്ലേ, അയാൾ ഷഹീദ അല്ല. നമ്മൾ സങ്കല്പിച്ച ആളാണെങ്കിലും അയാൾ ഷഹീദല്ല, സ്വാഭാവിക മരണം വരിച്ച ആളാണ്. ഈ മയ്യത്തിന് ഇപ്പൊ ഏതായാലും കുളിപ്പിക്കണമെന്ന് മനസ്സിലായല്ലോ. അപ്പൊ കുളിപ്പിക്കാൻ പറ്റുന്ന മയ്യത്താണ് നമ്മൾ കയറ്റി വെച്ചിട്ടുള്ളത്. ആരാണ് കുളിപ്പിക്കേണ്ടതെന്നും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കയറ്റി വെച്ച ആളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആള്, അവരതിന് തയ്യാറെടുക്കട്ടെ. അപ്പൊ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ അങ്ങോട്ട് ഇറങ്ങണം. അതിന് തയ്യാറെടുത്ത് നിന്നോളൂ. ഞാൻ അതിന്റെ മുമ്പ് വേറെയും 1-2 കാര്യം കൂടി പറയാം. യജിബു വസുലുൽ മയ്യിത്തി വലൗ ഗരീഖൻ, വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെങ്കിലും കുളിപ്പിക്കൽ നിർബന്ധമാകും. ഇതൊക്കെ ജീവിതത്തിൽ വരാൻ പോകുന്ന സംഗതികളാണേ. വെള്ളത്തിൽ മുങ്ങി മരിച്ചെന്തിനാ കുളിപ്പിക്കുന്നത് ചോദിക്കാൻ പറ്റൂല. കാരണം നമ്മളോട് കുളിപ്പിക്കാൻ കൽപ്പനയുണ്ട്. ആ കൽപ്പന അനുസരിച്ച് നമ്മൾ കുളിപ്പിച്ചേ പറ്റൂ. ഇനി ഫഇൻ തഅദ്ദറ ലിനഹവി ഇഹ്തിറാഖിൻ യുമ്മിമ, പക്ഷേ ഈ മരിച്ചയാൾ തീരെ വെന്തു മരിച്ചതാണ്, ഒട്ടാകെ ശരീരം കത്തിക്കരിഞ്ഞു മരിച്ചതാണ്. പല്ല്, കാലിന്റെ നഖം ഇതൊക്കെ വെച്ചിട്ടാണ് മയ്യത്ത് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എന്നാലോ കുളിപ്പിച്ച വെള്ളം ഒഴിച്ചാൽ പൊടിപൊടിയായിപ്പോ. അള്ളാഹു അത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് നമ്മയും മക്കളെയും എല്ലാവരെയും കാത്തു സലാമത്താക്കട്ടെ. അത്തരം സന്ദർഭത്തിൽ കുളിപ്പിക്കാൻ പാടില്ല. യുമ്മിമ, തയമ്മം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഏതായാലും നമ്മുടെ ഈ സാങ്കല്പിക മയ്യത്ത് കുളിപ്പിക്കേണ്ട മയ്യത്ത് തന്നെയാണ്. അതുകൊണ്ട് കുളിപ്പിക്കാൻ പോകാം. കുളിപ്പിച്ച് തുടങ്ങാൻ പോകാനേ ശ്രദ്ധിച്ചോളേ. വഅഖല്ലുൽ ഗുസ്ലി തഅമീമു ബദനിഹി മറത്തൻ, ഏറ്റവും ചുരുങ്ങിയ നിലക്ക് മയ്യത്ത് കുളിപ്പിക്കുക എന്ന കടമ വീടാൻ ഏറ്റവും ചുരുങ്ങിയത് ശരീരത്തിലാകമാനം ഒരു പ്രാവശ്യം വെള്ളം കോരി ഒഴിച്ചാൽ മതിയാവും. ഹത്താ മാ തഹത്ത ഖുൽഫത്തിൽ അഖ്ലുഫി, സുന്നത്ത് കർമ്മം ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ ആ മുറിച്ചു നീക്കേണ്ട ലിംഗാഗ്രം അതിന്റെ അകത്തേക്ക് കൂടി വെള്ളം ചേർത്തേണ്ടി വരും. അതങ്ങനെ അകത്തേക്ക് വെള്ളം ചേർത്താൻ കഴിയാത്ത സ്ഥിതിയാണെങ്കിൽ അതിനു വേണ്ടിയും തയമ്മം ചെയ്തു കൊടുക്കണം. അപ്പൊ കുളിപ്പിക്കും വേണം, തയമ്മം ചെയ്യും വേണം. എന്ത് മനസ്സിലായി? ഏറ്റവും ചുരുങ്ങിയ നിലക്ക് മയ്യത്ത് കുളി എന്ന് പറയുന്ന കടമ്പ കടക്കാൻ ആ മയ്യത്തിന്റെ ശരീരത്തിലൊട്ടാകെ ഒരു പ്രാവശ്യം വെള്ളം കോരി വെച്ചാൽ മതി. ഒരു കാര്യമായിട്ട് പറഞ്ഞുതരാം. അതായത് പലരും ഇതിൽ ഒരുങ്ങാത്തത് എന്താണെന്നറിയോ? ഞാനത് കുളിപ്പിച്ചിട്ടെങ്ങാനും ശരിയായാവട്ടെ പോയെങ്കിലോ, അതെങ്ങാനും ശരിയായിട്ടില്ലെങ്കിലോ, അത് വേണ്ട, ഞാൻ വേണ്ട, അപ്പേടി വേണ്ടതില്. എന്തായാലും അടുത്ത ബന്ധുക്കൾ ചെയ്യുമ്പോ കൂടുതൽ ശരിയാകാന്നല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ശരിയാകാത്തൊരു പ്രശ്നം വരാൻ പോകുന്നില്ല. കാരണം ശരീരത്തിലൊട്ടാകെ വെള്ളം എത്തിച്ചാൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ നിലക്കുള്ള ഫർള് വീടി. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വളരെ അടുത്ത ഉപ്പയാണ്, അല്ലെങ്കിൽ ഉമ്മയാണ്, അല്ലെങ്കിൽ സഹോദരനാണ്, മകനാണ്, രക്തബന്ധമുള്ളയാളാണ്, ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. അവസാനമായി അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്ന ഒരു സേവനമാണിത്. ഈ സേവനം അതിന്റെ പരിപൂർണമായ രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണം. അതിനത് മനസ്സിലാക്കണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിപൂർണമായ രീതിയിൽ ഒരു മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത് ഇങ്ങനെയെല്ലാം. ഇനി അതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. വയുഹ്ളിറുൽ ഗാസിലു ഔ ഗൈറുഹു ഖബ്ല അശ്ശുറൂഇ ഫിൽ ഗുസ്ലി സലാസത ആനിയ. ശറഹുൽ മുഹദ്ദബിന്റെ ഇബാറത്താണത്, വാചകമാണത്. അതേ കുളിപ്പിക്കുന്നവനോ കുളിപ്പിക്കുന്ന അതിനെ സഹായിക്കുന്നവനോ ആദ്യം തന്നെ എടുത്തു വെക്കണം. കുളിപ്പിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എടുത്തു വെക്കണം. സലാസത്ത ആനിയ, 3 പാത്രങ്ങൾ.
3 പാത്രങ്ങളോ? അതെ. ഫയജാലുൽ മാഅ ഫീ ഇനാഇൻ കബീരിൻ, ആ 3-ൽ 1 വലിയ പാത്രമാണ്, ആ പാത്രത്തിൽ വെള്ളം. എന്നിട്ട് യുബീരുഹു, ആ വെള്ളം വെച്ച പാത്രം അകലെ വെക്കണം. എങ്ങനെ അകലെ വെക്കണം? ബിഹൈസു ലാ യുസീബുഹു റശാശുൽ മാഇ, കുളിപ്പിക്കുന്ന സമയത്ത് ആ വെള്ളത്തിലേക്ക് ഈ മയ്യത്ത് കട്ടിൽ നിന്ന് വെള്ളം അങ്ങോട്ട് തെറിച്ച് എത്താത്ത അത്ര ദൂരം വെക്കണം. മനസ്സിലായല്ലോ? വയകൂനു മഅഹു ഇനാനി ആഖറാനി, ഇനി വേറെ 2 പാത്രവും കൂടി ഉണ്ടല്ലോ 3-ല്. അതിൽ ഒന്ന് സഗീറുൻ, ചെറിയതാണ്, അടുത്തത് മുത്തവസ്സിത്തുൻ, ഒരു ഇടത്തരം പാത്രമാണ്. ഈ ചെറിയ പാത്രം കൊണ്ട് ഇടത്തരം പാത്രത്തിലേക്ക് വലിയ പാത്രത്തിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയാണ് വേണ്ടത്. ഈ രീതിയിൽ ചെയ്താൽ ആ വെള്ളത്തിന് ഒരു തകരാറും സംഭവിക്കൂല. അതേസമയത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു ചെറിയ മുറിക്കകത്ത് വെച്ചിട്ട് ആ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം ആ മയ്യത്തിനെ കിടത്തിയിട്ട് കട്ടിലുള്ള ചോട്ടത്തിന് വെച്ചിരിക്കുന്നു. അങ്ങനെ ഈ പെണ്ണുങ്ങളെല്ലാവരും കൂടി വെള്ളം കോരി ഒഴിക്കുമ്പോ ആ കൊണ്ടുവന്ന് വെച്ച വെള്ളമൊട്ടാകെ നജസായി പോകാനിടയുണ്ട്. ഇതുകൊണ്ടാണ് മഹാന്മാരായ ഇമാമുമാര് നമുക്കിത്തരം വിഷയങ്ങൾ കൂടി വളരെ ലളിതമായി പറഞ്ഞു തരുന്നത്. മയ്യത്ത് കുളിപ്പിച്ചു തുടങ്ങുന്നതിന്റെ മുമ്പ് ആദ്യം വെള്ളമൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കുക. ആ വെള്ളം വെക്കുമ്പോൾ വലിയ ഒരു പാത്രത്തിൽ മയ്യത്ത് ഇവിടെ കുളിപ്പിച്ചു തുടങ്ങിയാൽ അതിലേക്ക് വെള്ളം തെറിക്കാത്ത അത്ര അകലത്തിൽ ആദ്യം തന്നെ വെള്ളം കൊണ്ടുപോയി വെക്കുക. വേറെ 2 പാത്രം കരുതുക, ഒന്ന് ചെറുത്, ഒന്ന് ഇടത്തരം. ഈ ചെറിയ പാത്രം കൊണ്ട് വലിയ പാത്രത്തിൽ നിന്ന് വെള്ളം കോരി ഇടത്തരം പാത്രത്തിൽ ഒഴിച്ചിട്ട് ഈ പാത്രം കൊണ്ട് മയ്യത്തിനെ കുളിപ്പിക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയണോ? നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങള് എല്ലാ വിഷയങ്ങളും മുടിനാരിഴ കീറി തെറ്റുകൂടാതെ ഭംഗിയായി ചെയ്യാൻ എന്തൊക്കെ വേണമോ ഇമാമിയങ്ങൾ പറഞ്ഞു തരാതെ തന്നെ മനുഷ്യന് സ്വന്തം ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ പോലും അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു ആ മഹാന്മാരുടെയൊക്കെ പദവി വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെ കൂടെ അല്ലാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അപ്പൊ വെള്ളമായി കേട്ടോ, ശ്രദ്ധിച്ചോളണേ, വെള്ളമായി. ഈ വെള്ളം തണുത്ത വെള്ളമാണോ ചുടുവെള്ളമാണോ? അത് ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഡയറിയിൽ നോക്കിയൊന്നും വായിച്ചാൽ ആ ധാരണ അങ്ങോട്ട് തീരൂല. അതുകൊണ്ട് ഞാൻ കിതാബിൽ നോക്കി നേരിട്ട് വയ്ക്കാം. നോക്കിക്കൊള്ളണേ, ശരിക്കും ശ്രദ്ധിച്ചോ. വൽ മാഉൽ ബാരിദു, തണുത്ത വെള്ളം, ഔലാ മിനൽ മുസഖനി, ചൂടാക്കിയ വെള്ളത്തേക്കാൾ മയ്യത്ത് കുളിപ്പിക്കുവാൻ നല്ലതാണ്. അപ്പോ മയ്യത്ത് കുളിപ്പിക്കുവാൻ ചുടുവെള്ളത്തേക്കാൾ നല്ലത് തണുത്ത വെള്ളമാണ്. കാരണം ലി അന്നൽ ബാരിദ യുകവ്വിഹി, തണുത്ത വെള്ളം ഈ മൃതശരീരത്തിൽ ഒഴിച്ചാൽ ആ ശരീരത്തെ അത് ബലപ്പെടുത്തും. വൽ മുസഖനു, ചുടുവെള്ളം ഒഴിച്ചാലോ യുർഹീഹി, മയ്യത്തിന്റെ ശരീരത്തെ അത് തളർത്തിക്കളയും. അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുവാൻ എപ്പോഴും വേണ്ടത് തണുത്ത വെള്ളമാണ്. എന്നാൽ വൈൻകാന ബിഹി വസഹുൻ, ഈ മയ്യത്തിന്റെ ശരീരത്തിൽ വല്ല അഴുക്കും കട്ട പിടിച്ച് കിടപ്പുണ്ട്, ലാ യുസീലുഹു ഇല്ലൽ മുസഖൻ, നല്ല ചുടുവെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ ആ അഴുക്ക് നീങ്ങുകയുള്ളൂ. അതിന് മാത്രം അഴുക്ക് പിടിച്ച മയ്യത്താണെങ്കിൽ ചുടുവെള്ളമാകാം. എന്താ നമ്മൾ സാധാരണ സോപ്പ് വെച്ചിട്ടാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്. ആ സോപ്പ് വെച്ചാൽ നീങ്ങാത്ത വല്ല അഴുക്കോ ആരമെത്താണ്ടാവുന്നത്. അപ്പൊ ചൂടുവെള്ളത്തിന്റെ ആവശ്യമില്ല. പിന്നെയും പറയുന്നുണ്ട് വെള്ളം ചൂടാക്കാൻ വേറെ ഒരു ചാൻസ്. എന്തെന്നറിയോ? അത് വൽ ബർദു ശദീദുൻ, ശക്തമായ തണുപ്പ്. വയഹാഫുൽ ഗാസിലു, ഈ കുളിപ്പിക്കുന്ന ആള് ഭയപ്പെടുന്നു മിൻ ഇസ്തിമാലിൽ ബാരിദി, തണുത്ത വെള്ളം ഉപയോഗിക്കാൻ. അത്ര വലിയ തണുപ്പ് മയ്യത്തിനല്ല, പിന്നെ കുളിപ്പിക്കുന്ന ആൾക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാതെ തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പ്രയാസമാണെങ്കിലും വെള്ളം ചൂടാക്കാം. അപ്പൊ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ ചുടുവെള്ളം തന്നെ വേണം എന്നൊരു പിടിവാശി പല സ്ഥലത്തും കാണുന്നുണ്ട്. അതുകൊണ്ട് ഒഴിവാക്കി, ഇതിന്റെ ആവശ്യമില്ല. കിതാബിൽ പറഞ്ഞത് ഇങ്ങനെയാ. നമ്മൾ നേരത്തെ പലതും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പല മനസ്സിലാക്കി വെച്ച പലതും തിരുത്താൻ തന്നെയാണല്ലോ നമ്മൾ ഈ പണിയെടുക്കുന്നത്. അപ്പൊ അതും കഴിഞ്ഞു. ഇപ്പൊ വെള്ളം റെഡി. ഇനി എന്താണ്? ഇനി ഈ കുളിപ്പിക്കാൻ പോണ ആളുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ. അവരെ കയ്യിൽ ഞാൻ പറഞ്ഞതുപോലെ വെള്ളം ശേഖരിച്ചു റെഡിയാവുന്നത് പോലെ
ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളെ കയ്യിൽ ചുറ്റാൻ വേണ്ട തുണിക്കഷ്ണങ്ങൾ കയ്യിൽ വേണം. ബിസ്മില്ലാ. കിതാബിലൊക്കെ പറയണത് കൈക്ക് ശീല ചുറ്റണം എന്നാ. ഗ്ലൗസ് എന്ന് പറയില്ലേ അല്ലേ, മറ്റേ കയ്യിലിട്ടണേ, അതായാലും കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷെ കിതാബ് പറഞ്ഞത് മാത്രമല്ല ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. കിതാബിൽ പറയണത് കൈക്ക് ശീല ചുറ്റണം എന്നാ. പല സ്ഥലത്തും ചുറ്റാൻ പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ ആവശ്യത്തിന് ഉള്ള തുണി കഷണങ്ങൾ, ശീല കഷണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കുളിപ്പിക്കുന്ന സ്ഥലത്തെ കണ്ട് പോകുമ്പോ കയ്യിൽ കരുതിക്കൊള്ളണം. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കണ്ട് പോയാൽ അവ പിന്നെ ബഹളം ഉണ്ടാക്കേണ്ടിയില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്നറിയോ, നോക്കോ, വയഹ്റുമു നളുറു ഔറത്തിഹി, ഈ മയ്യത്തിന്റെ ഔറത്തിലേക്ക് നോക്കൽ ഹറാമാണ്. വമസ്സുഹാ, ആ സ്ഥലം തൊടലും ഹറാമാണ്. ഇല്ലാ ബിഖിർഖാ, കയ്യിന് ശീല കഷ്ണം ചുറ്റിയിട്ടല്ലാതെ തൊട്ടുകൂടാ. അപ്പോൾ ഈ നിലക്ക് മയ്യത്തിന്റെ ശരീരത്തിൽ പലതും നമ്മൾ ശീല ചുറ്റി തന്നെ ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള ശീല കഷണങ്ങളും കയ്യിൽ കരുതണം. എല്ലാ ഒരുക്കങ്ങളും ഇതുപോലെ പൂർത്തിയാക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും പാത്രവും വെക്കുക, കയ്യിൽ ചുറ്റാനുള്ള ശീലയൊക്കെ റെഡിയാക്കുക. എന്നിട്ട് പുരുഷനാണ് മരിച്ചതെങ്കിൽ ആ പുരുഷനുമായി വളരെ അടുത്ത കുളിപ്പിക്കുന്ന വ്യക്തി അങ്ങോട്ട് കടക്കുക. അതുപോലെ സ്ത്രീയാണെങ്കിൽ, ഉമ്മയാണെങ്കിൽ മകളങ്ങോട്ട് കടക്കുക. അങ്ങനെ കടന്നാൽ ഇനി ആരൊക്കെയാണ് അവിടെ വേണ്ടത്? അതാ രസം. അതുകൊണ്ട് പഠിച്ചു വെച്ചോളേ. അതിപ്പോ തന്നെ ഞാൻ പറയാം. കിതാബിൽ നോക്കേണ്ട വായിക്കാം. കാരണം സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങളാണ്. ഫലാ യദ്ഖുലുഹു ഇല്ലൽ വലിയു, ഈ മയ്യത്തിന്റെ രക്ഷാധികാരിക്ക് അങ്ങോട്ട് കടക്കാം. പിന്നെ വൽ ഗാസിലു, കുളിപ്പിക്കുന്ന ആള്, വമൻ യുഈനുഹു, സഹായിക്കുന്ന ആളും, വേറെ ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. ഇതെന്താണെന്നറിയോ, ഒരു പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്താണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകൽ. ഒരു മയ്യത്ത് അങ്ങോട്ട് എടുത്തു വെക്കും, ഒരു 2-3 എണ്ണായിട്ട് ചൊല്ലും, എന്നിട്ട് വിളിക്കന്നെ, പിന്നെ വേറെ വ്യക്തിയെ വിളിക്കാം. അപ്പോഴേക്ക് ഓള് വന്ന്, അപ്പോഴേക്ക് 4 ആൾ കൂടിയിട്ട് ചർച്ചയായി. അപ്പം പറയും നമുക്കൊരു കാര്യം ചെയ്യാം, പാത്തുമ്മനെയും വിളിക്കാൻ. പാത്തുമ്മനെയും വിളിച്ചു. പടച്ചോനെ, ചില സ്ഥലത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ വെച്ചാൽ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ വെച്ചാൽ പെട്ടെന്ന് മയ്യത്ത് കുളിപ്പിച്ചിട്ട് വരണ്ടേ? ഇല്ല, നമ്മള് പള്ളിയിൽ നിന്ന് പുറപ്പെടുകയാണ്, മയ്യത്ത് കുളിപ്പിക്കാൻ വെച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളവിടെ ചെന്ന് ഈ പള്ളിയിൽ നിന്ന് പുറപ്പെട്ട നമ്മളിവിടെ വന്നപ്പോ തന്നെ 1/2 മണിക്കൂറായത്. പിന്നെയും 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് മയ്യത്ത് വിട്ടിട്ടുള്ളത്. എന്ത് ചെയ്യാനാണോ? അതിന്റെ സംഭവം എന്താന്ന് ചോദിച്ചാല്, ഒരു 5-6 സ്ത്രീകൾ ഇങ്ങോട്ട് കൂടും. ഇവരെല്ലാം കൂടി അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ അഭിപ്രായം പറയുമ്പോ ഒരുത്തി പറയും ഇതിങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ അങ്ങനല്ല, ഞങ്ങൾ വയമ്പലി കേട്ടിട്ടുണ്ടല്ലോ, ആ ഉസ്താദിന്റെ കേസറ്റ് കേട്ടിട്ടുണ്ടല്ലോ. എന്നാ നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് വരതല്ല. ഓള് പണങ്ങിപ്പോയി. എന്ത് ചെയ്യും? അതോട് പണങ്ങിപ്പോയി. പിന്നെ പ്രശ്നമാണ്, തലാക്ക് വരെ അതുപോലെ ഉണ്ടാക്കണം നോക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു മയ്യത്ത് കുളിപ്പിക്കുവാൻ ആരാണോ കുളിപ്പിക്കുന്നത് ആ പെണ്ണ് നിൽക്കണം. അവളെ സഹായിക്കുന്നവളാരോ അവള് നിൽക്കണം. മയ്യത്തിന്റെ രക്ഷാധികാരിക്ക് അതിനകത്ത് വരാൻ സ്വാതന്ത്ര്യമുണ്ട്. വേറെ ഒരാളെയും അതിനകത്തേക്ക് കടത്തരുത് കേട്ടോ. മയ്യത്ത് കുളിപ്പിക്കാൻ നിങ്ങൾക്ക് പഠിക്കണോ? അതിനാ ക്ലാസ് എടുത്തു വരുന്നു. ഇത് കേട്ട് പഠിച്ചോളൂ. അല്ലാതെ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് പോയി നോക്കി നിൽക്കാൻ പാടില്ല. എന്താണ് സഹോദരന്മാരെ ഇതൊക്കെ ഇത്ര ഗൗരവത്തോടുകൂടി പറയാൻ കാരണമെന്നറിയുമോ? മഹാന്മാരവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു, ലിഅന്നഹു ഖദ് യകൂനു ഫീ ബദനിഹി ഐബുൻ, ഈ മയ്യത്തിന്റെ ശരീരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ടായേക്കാം. കാന യക്തുമുഹു, അവനത് മറച്ചു വെക്കുമായിരുന്നു. വേറെ ഒരാൾ കാണുന്നത് അയാൾക്ക് ഇഷ്ടമില്ലാത്ത ശരീരത്തിൽ എന്തെങ്കിലും മറച്ചു വെച്ചവന്റെ ന്യൂനതകളുമുണ്ടെങ്കിൽ അത് വേറെയാൾ കണ്ടുപോകുമല്ലോ. അത് മയ്യത്തിന്റെ മഹത്വത്തെ നിസ്സാരപ്പെടുത്തലാണല്ലോ. അതേപോലെ ചിലപ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും രക്തം കട്ട പിടിച്ചു കിടക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ കാണുമ്പോ വിവരമില്ലാത്ത ആളുകൾ അത് ശിക്ഷയാണെന്നോ അത് അല്ലാഹുവിന്റെ അദാബറിയതാണെന്നോ ഒക്കെ പറഞ്ഞുണ്ടാക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ മയ്യത്ത് കുളിപ്പിക്കുക ഒരു മനുഷ്യനെ കുളിപ്പിക്കുകയാണ്. കുളിമുറിയിലേക്ക് എത്തി നോക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ക്ഷമിച്ചോളണം. ഞാൻ പറഞ്ഞു വരുന്നു, പ്രത്യേകിച്ച്
സഹോദരിമാര് മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും 10-15 ആള് കൂടി എന്നിട്ട് സ്വറ പറഞ്ഞ് ബഹളം വെച്ച് കലവിലാണ് കളിപ്പിച്ചിട്ട് സമയം കളയരുത് കേട്ടോ. അവിടെ ശ്രദ്ധിച്ചു വെച്ചോളേ. ഇനി എന്താണ്, ഇപ്പൊ ആള് റെഡിയായി, വെള്ളവും പാത്രവും തുണിക്കഷ്ണങ്ങളും എല്ലാം ഓക്കെ. ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് കടക്കണ്ട എന്നും ഈ പ്രസംഗം കേട്ട ഇനി മയ്യത്ത് കുളിപ്പിക്കുന്ന ഓരോ സഹോദരിമാരും തീരുമാനിച്ചു കഴിഞ്ഞു. അല്ലാതെ വെറുതെ ഒരു പണി കുളിപ്പിക്കരുത്, ഒരു ജോലി ഇങ്ങനെ വെറുതെ ചെയ്യിപ്പിക്കരുത്. ഇനി നമ്മൾ മയ്യത്ത് കുളിപ്പിക്കാൻ പോവുകയാണ്. إلى لوح مغسلي وجرئت وصوابي وبدلت كسوتي. എന്നെ ഞാൻ കിടന്നിരുന്ന മാർദ്ദവമുള്ള വിരിയിൽ നിന്ന് ആളുകൾ കൈത്തണ്ടയിലെടുത്തു. അതാ മയ്യത്ത് കുളിപ്പിക്കുന്ന റൂമിലെ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തുന്ന സമയത്ത് എന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു മഹാൻ പാട്ടുപാടുന്നു. വലുക്കരിത്തു മിൻ ഫുർശി ഇലാ ലൗഹി മഗ്സലി. ആ നിലക്കുള്ള സന്ദർഭങ്ങളിലൊക്കെയും തുണയാകുവാൻ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. ഇനി ഞാൻ പറയുന്നു, ഒന്നാമതായി ചെയ്യേണ്ടത് അയ്യൂള മുസ്തൽഖിയൻ ഫീ ഖമീസിൻ റഖീഖിൻ അലാ നഹ്വി സരീരിൻ ഫീ മകാനിൻ ഖാലിൻ മസ്തൂരിൻ തഹത സഖഫി. ആ പറഞ്ഞതിന്റെ ആശയം മുകൾ ഭാഗവും ചുറ്റുഭാഗവും മറക്കപ്പെട്ട ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കട്ടില് പോലെയുള്ളതിന്റെ മേൽ നേരിയ കമീസിട്ട് മൂടിയിട്ട് മയ്യത്തിനെ മലർത്തിക്കിടത്തുക. എന്താണ് പറഞ്ഞ് മയ്യത്ത് കുളിപ്പിക്കാനുള്ള പരിപാടിയാണ്. എന്തൊക്കെയാണ്? ഒരു നേരിയ കമീസ് ധരിപ്പിച്ചിട്ട് ചുറ്റുഭാഗത്തുനിന്നും മുകൾ ഭാഗത്തുനിന്നും മറച്ച ഒരു റൂമാണെങ്കിൽ റെഡിയായി. അല്ല നമ്മൾ സെപ്പറേറ്റ് ഒരു മറ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പടുത്ത മേലെയും കെട്ടണമെന്ന് മനസ്സിലായി. മറച്ച സ്ഥലത്ത് ഒരു കട്ടില് പോലെ ഉള്ളതിന്റെ മേൽ ഈ മയ്യത്തിനെ മലർത്തേണ്ട കിടത്തുക. അതാണ് ആദ്യം ചെയ്യുക. ഇതിലിപ്പോ ഒരു കമീസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇനിയിപ്പോ നാളെ മറ്റന്നാളോ ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ മുസ്ലിയാരെ പ്രസംഗത്തിൽ കമീസിലിട്ടിട്ടാണ് കുളിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു കമീസും തിരഞ്ഞിരുന്നാൽ ചിലപ്പോൾ നമ്മളെ കേരളീയ സാഹചര്യത്തിൽ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറയാം. നിർബന്ധമുള്ളതാണ് മുട്ടുപൊക്കിളിന്റെ ഇടയിലെങ്കിലും മറച്ചുകൊണ്ട് മയ്യത്തിനെ കിടത്തണം. അത് വിട്ടുപോകരുത്. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കിടത്തുമ്പോഴും ആ മയ്യത്തിന്റെ മുട്ടുപൊക്കിളിന്റെ ഇടയെങ്കിലും മറച്ചിരിക്കണം. അങ്ങനെ കിടത്തുക. എന്നേക്കോ കിടത്തിക്കഴിഞ്ഞിട്ട് ഫയുജ്ലിസുഹു വയമുറു യുസ്റാഹു അലാ ബത്നിഹി. തുടങ്ങാണ്. ഈ മയ്യത്തിനെ ഒന്ന് ഇരുത്തണം. കുളിപ്പിക്കുന്ന ആള് മയ്യത്തിനെ ഇരുത്തുക. വലത്തെ കയ്യിൽ ഇങ്ങനെ താങ്ങിയിട്ട് ഇവിടെ ഒരു കുഴി ഉണ്ടാവും. ഈ കുഴിയിലേക്ക് ഈ വലിയ വെള്ളം അങ്ങോട്ട് കടത്തി വെച്ചാൽ ബലമായിട്ട് നിന്നോളും. അങ്ങനെ താങ്ങി പിടിച്ചിട്ട് വേണമെങ്കിൽ കാലിന്റെ മുട്ടും ഒരു താങ്ങിന് കൊടുക്കാം. അങ്ങനെ ഈ മയ്യത്തിനെ ഇരുത്തുക. ഇരുത്തുമ്പോ കറക്റ്റ് ഇങ്ങനെ ലെവലായിട്ട് ഇരുത്തരുത്. ഒന്ന് പുറകോട്ട് ഒന്ന് ചെരിച്ചിട്ട് ഇരുത്തണം. കാരണം എന്തെങ്കിലും ലക്ഷ്യം നേടുള്ളൂ. അപ്പൊ പിന്നിലേക്ക് അല്പം ഒന്ന് ചെരിച്ചുകൊണ്ട് മയ്യത്തിനെ ഈ നിലക്ക് ഒന്ന് ഇരുത്തുക. ഇരുത്തിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാം. ഇതിപ്പോ മയ്യത്താന്ന് വിചാരിച്ചോളൂ, ഇത് മയ്യത്തിന്റെ തലയാണ്, ഇത് വയറാന്ന് വിചാരിച്ചോളൂ. ഇരുത്തിയിട്ട് ഇടത്തെ കൈ കൊണ്ട് മയ്യത്തിന്റെ വയറ് ശക്തമായിട്ടൊന്നിങ്ങനെ പിഴിയുക, ഒന്ന് തടയുക, ഒന്നിങ്ങനെ തടവുക. അത് വളരെ നോർമലായിട്ട് ചെയ്താൽ പോരാ, കുറച്ച് ശക്തിയോടുകൂടി തന്നെ ഒന്നിങ്ങോട്ട് തടകണം. ഈ തടകുന്ന സമയത്ത് സഹായിക്കുന്ന ആള് ധാരാളമായി വെള്ളം ഇങ്ങനെ ഒഴിക്കണം. അതേപോലെ തന്നെ ബിഖുർബിഹി വയുസ്തഹബ്ബു ബിഖുർബിഹി മിജ്മറ. ആ സമയത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് കുന്തിരിക്കം പുകയിക്കണം.
എന്തിനാണെന്നറിയോ? ഹത്താ ഇൻ കാനത്ത് ലഹു റായിഹത്തുൻ ലം തൽഹർ, ഈ മയ്യത്തിന്റെ വയറങ്ങ് തടകുമ്പോൾ പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പുറത്തു വരും. അതിന്റെ ദുർഗന്ധം അവിടെയുള്ള ആളുകൾക്ക് ലഭിക്കരുത്. അതുകൊണ്ട് തന്നെ ആ ദുർഗന്ധത്തെ മറച്ചു കളയാൻ നന്നായി കുന്തിരിക്കവും അതുപോലെയുള്ള സുഗന്ധ സംഗതികളൊക്കെ അവിടെ പുകയിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ദുർഗന്ധം പുറത്തേക്ക് പോവുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവിടെ അതുപോലെയുള്ള ഊതുപോലെയുള്ള കുന്തിരിക്കും പോലെയുള്ളത് പുകയിക്കണം. ഞങ്ങളെ കോഴിക്കോടൻ ഭാഗത്ത് പറയാ ഉലുവാൻ എന്നാണ്. എന്ത് പേരിൽ പറഞ്ഞാലും അത് പുകയിച്ചുകൊണ്ടിരിക്കുക. ഈ കുളിപ്പിക്കുന്നവൻ വയറ് നന്നായി തടയുക. തടവുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി എന്തു ചെയ്യണം? യാ മയ്യത്തിനെ മലർത്തി അവിടെ കിടത്തണം. ആദ്യം എങ്ങനെ കിടത്തിയോ അതുപോലെ കിടത്തുന്നു. സുമ്മയൻലുഹു ബിയുസ്റാഹു ബഅദ ലഫി ഖിർഖത്തിൻ ഫീഹാ സൗഅത്തൈ, പിന്നെ ഈ കുളിപ്പിക്കുന്നവന്റെ ഇടത്തെ കൈക്ക് ശീല ചുറ്റിയിട്ട് ഈ മയ്യത്തിന്റെ മുന്നും പിന്നും നന്നായി ജീവിച്ചിരിക്കുന്നയാള് ശൗച്യം ചെയ്യുന്നത് പോലെ വൃത്തിയായി കഴുകി കൊടുക്കുന്നു. കുളി തുടങ്ങിയിട്ടില്ല കേട്ടോ. മയ്യത്ത് വെച്ചിട്ട് 2 പണി ഇപ്പോൾ ആയി. രണ്ടാമത്തെ ജോലി എന്താ? മയ്യത്തിനെ ആദ്യത്തേതുപോലെ തന്നെ കിടത്തിയിട്ട് ആ മയ്യത്തിന്റെ മുന്നും പിന്നും നന്നായി കഴുകി കൊടുക്കുന്നു. 2 പഠിച്ചോ. ഇനി അടുത്ത ജോലി എന്താണെന്നറിയോ? ഈ കയ്യിൽ ചുറ്റിയ ശീലുണ്ടല്ലോ അതങ്ങ് കഴിച്ച് കളയാം. അതാ ഞാൻ പറഞ്ഞ ആവശ്യമുള്ള ശീലങ്ങൾ നേരത്തെ കൊണ്ടുപോകണം. ഇതങ്ങ് കഴിച്ചു കളയാം. എന്നിട്ട് ഈ കയ്യിനെ നന്നായി സോപ്പോ മറ്റോ ഉപയോഗിച്ചിട്ട് ശരിക്ക് വൃത്തിയായിട്ട് കഴുകുക. കഴുകിയതിന് ശേഷം അടുത്ത ശീലം കൊണ്ട് എടുക്കുക. എന്നിട്ട് വീണ്ടും ചുറ്റുക. ചുറ്റിയിട്ട് എന്ത് ചെയ്യണം നോക്കിക്കോ. കുളിപ്പിച്ചു തുടങ്ങിയിട്ടില്ല. ഇനി വേണ്ടത് വബിസബ്ബാബത്തിഹാ ബഅദ ലഫി ഖിർഖത്തിൻ ഉഖ്റാ അസ്നാനഹു, മയ്യത്തിന് പല്ല് തേച്ചു കൊടുക്കുക. പല്ല് തേച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പല്ലിങ്ങനെ കടിപെട്ടിട്ടാണുള്ളതെങ്കിൽ ആ കടിച്ചു നിൽക്കുന്ന പല്ല് വിടർത്താൻ പാടില്ല. ഒളു ചെയ്തു കൊടുക്കുമ്പോഴും അത് വിടർത്താൻ പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ വിരലുകൊണ്ട് നന്നായി പല്ല് തേച്ചു കൊടുക്കുക. 3ാമത്തെ ജോലിയാണത്. 4ാമത് ചെയ്യേണ്ടതോ വബിഖിൻസരിഹാ മൻഖിറൈഹി, ഈ ചെറിയ വിരലുണ്ടല്ലോ ആ വിരലുകൊണ്ട് മയ്യത്തിന്റെ 2 മൂക്കിന്റെ ദ്വാരങ്ങളിലുള്ള അഴുക്കുകളൊക്കെ തോണ്ടിക്കളഞ്ഞ് വൃത്തിയാക്കി കൊടുക്കുക. 5ാമത് ചെയ്യേണ്ടത് വബിഊദിൻ ലയ്യിനിൻ മാ തഹത അൽഫാരിഹി, മയ്യത്തിന്റെ കൈയിന്റെയും കാലിന്റെയും ഒക്കെ നഖമുണ്ട്. ആ നഖത്തിന്റെ ഉള്ളിൽ വല്ല അഴുക്കും പറ്റിപ്പിടിച്ച് കിടപ്പുണ്ടെങ്കിൽ ഒരു ചെറിയ ഈർക്കിളി പോലെയുള്ള വസ്തു കൊണ്ട് അതൊക്കെയും ഒന്ന് തുഴഞ്ഞ് എടുത്ത് വൃത്തിയാക്കി കൊടുക്കുക. ഇതൊക്കെ ഇനി പിന്നെയും കേൾക്കാൻ സൗകര്യമുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കേണ്ടിയില്ല. 5ആയി. സുമ്മയുവല്ലിഉഹു, പിന്നെ ഒരു ഒതു എടുത്തു കൊടുക്കുക. എല്ലാ കുളിയൊക്കെ കഴിഞ്ഞിട്ടല്ലോ ഓതെടുക്കല്? അല്ല, ജീവിച്ചിരിക്കുമ്പോ കുളിക്കുമ്പോഴും അങ്ങനെ. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കുളിക്കുന്നില്ലേ? കുളി നിർബന്ധമായിട്ട് കുളിക്കുകയാണെങ്കിൽ കുളി എന്നുള്ള നിലയ്ക്ക് വെള്ളം കോരി ഒഴിച്ച് കുളിച്ചു തുടങ്ങുന്നതിന് മുമ്പാ ഓതെടുക്കേണ്ടതെന്നാ. അത് പഠിച്ചു വെച്ചോളി. സുമ്മയുവല്ലിഉഹു, പിന്നെ ഒരു വുളു എടുത്തു കൊടുക്കുക. വലാ ബുദ്ദ ഫിൽ വുളൂഇ, വുളു എടുക്കുമ്പോൾ നിയ്യത്ത് വേണം. എന്താ? മയ്യത്ത് കുളി ഇവിടെ നടത്തിക്കൊടുക്കാൻ പോവാണ് നമ്മള്. അതുകൊണ്ട് കുളിയുടെ സുന്നത്തായ വുളൂ ഞാൻ ഈ മയ്യത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നു. എന്താ നിയ്യത്ത്? നിയ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ബേജാറാകണ്ട. കാരണം എന്താണെന്നറിയോ? ചില ആളുകൾ മയ്യത്ത് കുളിപ്പിക്കേണ്ട സമയം വരുമ്പോ എനിക്കതിന്റെ നിയ്യത്തറിയൂല, അതുകൊണ്ട് ഞാനില്ല എന്ന് പറയലുണ്ട്. യഥാർത്ഥത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് നിയ്യത്ത് തന്നെ നിർബന്ധമില്ല എന്നാണ്. ഒരു സുന്നത്തായ നിയ്യത്തുണ്ട്. ഞാൻ ഈ മയ്യത്തിന്റെ നിസ്കാരം ഹലാലാക്കുന്നതിന് വേണ്ടി കുളി എന്ന ഫർദിനെ വീട്ടിക്കൊടുക്കുന്നു. ഇതാ നിയ്യത്ത്. ആ നിയ്യത്ത് നിർബന്ധമില്ല, അതും സുന്നത്താണ്. പക്ഷേ വുളു എടുക്കുന്ന സമയത്ത് നിയ്യത്ത് വെച്ചു കൊടുക്കണം. ഈ മയ്യത്തിന്റെ കുളിയുടെ സുന്നത്തായ വുളു ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെ ഒരു നിയ്യത്ത് നിങ്ങൾ വെച്ചുകൊണ്ട് വുളു ചെയ്തു കൊടുക്കുക.
ഇങ്ങനെ ഒതെടുക്കുമ്പോ വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും ജീവിച്ചിരിക്കുമ്പോ എങ്ങനെ ഒതെടുക്കല്ല ഒക്കെ പണ്ടയില്. അപ്പൊ പിന്നെ എങ്ങനെ മയ്യത്തിന്റെ വായിൽ വെള്ളം കുപ്പിളിക്ക? ബേജാറാകാനില്ല. ആ മയ്യത്തിന്റെ ആ വായിന്റെ അവിടൊക്കെ ലേശം വെള്ളമൊക്കെ ഒന്നിങ്ങനെ തൊടിപ്പിച്ചിട്ട് ഒന്നിങ്ങനെ അങ്ങോട്ട് കാണിച്ചാൽ മതി. അല്ലാതെ പല്ലൊക്കെ ഇങ്ങനെ വിടർത്തിയിട്ട് വെള്ളം കോരി ഒഴിച്ചിട്ട് അങ്ങനൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്യേണ്ടെന്നാണ് കിതാബിലുള്ളത്. ചെയ്യാൻ പറ്റുന്നത് പോലെ വായിലെള്ളം കുപ്പിളിക്കുക, മൂക്കിലെള്ളം കയറ്റി ചീറ്റുക, ബാക്കിയുള്ള സംഗതികളൊക്കെ സാധാരണ പോലെ ഒതുവിന്റെ തൊക്കണ്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പൊ 6 സംഗതി കേട്ടോ. ഇനി 7. സുമ്മയൗസിലു റഅ്സഹു, പിന്നെ മയ്യത്തിന്റെ തലയാണ് കഴുകുന്നത്. തലന്റെ പണി കഴിഞ്ഞാൽ ഫലിഹ്യതഹു, പിന്നെ താടി. എന്നിട്ട് വയുസർരിഹുമാ ബിമിഷ്തിൻ വാസിഇൽ അസ്നാനി, അതായത് പല്ലുകൾ വിടർന്നു നിൽക്കുന്ന ചീർപ്പ് കൊണ്ട് മയ്യത്തിന്റെ തലയും താടിയും ഒക്കെ ചീകി വെക്കണം. ചീകി വെക്കണം എന്തിനാന്ന് ചോദിച്ചാൽ പുതിയാപ്പളാക്കാനൊന്നുമല്ല. ഇതിങ്ങനെ ജട പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വല്ല സാധനങ്ങളുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പോ 7ാമതായി പറഞ്ഞത് തല കഴുകുക, പിന്നെ താടി കഴുകുക, അതൊന്ന് ചീകി വൃത്തിയാക്കുക. ഇങ്ങനെ ചീകി വെക്കുന്ന സമയത്ത് വല്ല മുടിയും പുറത്തു വന്നാലോ നിർബന്ധമായും ആ പുറത്തു വരുന്ന മുടി മയ്യത്തിന്റെ കഫനിൽ വെക്കണം. ലിയുദ്ഫനമഹു, അതുകൂടി കൊണ്ടുപോയി മറമാടേണ്ടതാണ് കേട്ടോ. അപ്പം നിങ്ങൾ മയ്യത്ത് കുളിപ്പിച്ച് ആ മയ്യത്തിന്റെ തലയും താടിയുമൊക്കെ കഴുകുന്ന സമയത്ത് ഒരു ചീർപ്പെടുത്തുകൊണ്ട് വളരെ നല്ല നിരക്ക് സാവകാശം പതുക്കെ ഒന്നിങ്ങ് ചീകിയതാണ്. പക്ഷേ 2-3 മുടി ഇങ്ങ് വന്നാല് ആ മുടി അവിടെ കളയരുത്. അത് കൊണ്ടുവന്നിട്ട് ആ കഫൻ ചെയ്യുന്ന വസ്ത്രത്തിലേക്ക് ഇട്ടേക്കണം. എന്നാൽ അതൊന്ന് കബറിലെത്തി പോകുമല്ലോ. ഇനിയാണ് ബാക്കി കുളിയൊക്കെ തുടങ്ങുന്നത് കേട്ടോ. വൊളു ആദ്യം ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ ഈ വൊളു ആ ഒതുഞ്ഞ് മുറിയില്ല. ഏത് ആ വൊളു ഇപ്പൊ ഭാര്യക്ക് ഭർത്താവിനെ കുളിപ്പിക്കാന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിലോ ഇല്ല, മുറിയില്ല. ഈ മയ്യത്തിന് വൊളു നീ മുറിയാൻ പോണില്ല, ഖിയാമനാളൊരു മുറിയില്ല, നിങ്ങൾ പേടിക്കണ്ട. സുമ്മ യഗ്സിലു ശിഖ്ഖഹുൽ ഐമൻ, ഇനി ഈ മയ്യത്തിന്റെ വലത് ഭാഗം കഴുകുക, കഴുത്തു മുതൽ കാല് വരെ കഴുകുക. സുമ്മൽ ഐസർ, പിന്നെ ഇടത് ഭാഗം കഴുകുക. ഒരു ഭാഗയില്ലേ. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? സുമ്മ യുഹർരിഫുഹു ഇലൽ ഐസർ, പിന്നെ ഈ മയ്യത്തിനെ ഇടത് ഭാഗത്തേക്ക് കണ്ട് ചിരിക്കണം. അപ്പൊ നമുക്ക് പുറം ഭാഗത്തിന്റെ ഏത് സൈഡായിട്ടാ? ഇടത്തോട്ട് ചിരിച്ചാല് ഉറങ്ങിപ്പോയാ വലത് ഭാഗം കിട്ടും. അപ്പോ നമ്മൾ മലർത്തി കിടത്തിയപ്പോ ആദ്യം വലത് സൈഡ് കഴുകി, പിന്നെ ഇടത് സൈഡ് കഴുകി. ഇനി ഇടത്തോട്ട് ചരിച്ചാൽ പുറം ഭാഗത്തിന്റെ വലത് സൈഡ് കിട്ടും, ആ ഭാഗം കഴുകുക. പിന്നെ വലത്തോട്ട് ചരിച്ചിട്ട് എന്ത് ചെയ്യുക? ഇടത് ഭാഗം കഴുകുക, കഴുത്ത് മുതൽ കാല് വരെ. അതന്നെ പരിപാടി. ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമേ അല്ല. നമ്മളിങ്ങനെ പേടിച്ചിട്ട് ഇതെങ്ങനെയെന്ന് അറിയില്ല. കാരണം ഉണ്ടല്ലോ, ചില സ്ഥലത്തൊക്കെ ചെന്ന് നോക്കിയാല് അവിടെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു 3-4 ആൾക്കാരുണ്ടാവും. ബിസ്മില്ല, അവരവിടെ വലിയ ജിഹാദായിട്ടാണ് രംഗപ്രവേശം ചെയ്ത് ആർക്കും ഇത് ചെയ്യാൻ പറ്റൂല, ഇത് നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരാളും പഠിക്കാനും പാടില്ല, ആരെയും പഠിപ്പിക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളാവും. ഞാൻ പറയാം, ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ഇപ്പൊ നേരിട്ട് കേൾക്കുന്നവരോടും പറയുന്നു, ഇനി അല്ലാതെ കേൾക്കാൻ അവസരം കിട്ടുന്നവരോടും പറയുന്നു, നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് ഈ കാസറ്റ് വേറെ ഈ ഓരോ നാട്ടിലുണ്ടാവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആൾ, അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കണം. ഇല്ല, ഞാൻ ഈ കാസറ്റ് ആർക്കും കൊടുക്കൂല, എനിക്ക് ആവശ്യമുണ്ട്, എന്നാ പിന്നെ ഇത് എവിടെ കിട്ടാന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അവരിതൊന്ന് വാങ്ങട്ടെ, എന്നിട്ട് കേൾക്കട്ടെ. കാരണം പല പ്രശ്നങ്ങളും പല സ്ഥലത്തും ഈ മരിച്ച വീടുകളിൽ ഒരു മയ്യത്ത് കുളിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് എന്തെല്ലാം ബഹളങ്ങളും ഒച്ചപ്പാടും, എത്രയാണ് സമയം നഷ്ടപ്പെടുത്തുന്നത്. മയ്യത്ത് അങ്ങനെ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല എന്ന്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വേഗം കൊണ്ടുപോയി മണ്ണിനെ ചോട്ടിലാക്കണം എന്നാണ് നിയമം. ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്തു ചെയ്തു? ഈ മയ്യത്തുമൽ കുളി എന്ന നിലക്ക് നമ്മൾ ചെയ്തേക്കണത് അഴുക്കുകളൊക്കെ നീക്കി കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തല കഴുകി, താടി കഴുകി, ചീകി വെച്ചു, കഴുത്ത് മുതൽ കാല് വരെ 2 സൈഡും ഇപ്പൊ കഴുകി കഴിഞ്ഞു. ശരിയാണോ? കഴുകി കഴിഞ്ഞു. ഇനി ഇങ്ങനെ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 സംഗതികൾ ഞാൻ പറയാം.
യഹ്റുമു നുളുറു ഔറത്തിഹി വമസുഹ. നേരത്തെ ഒരു വട്ടം പറഞ്ഞതാണ്. അതായത് നമ്മൾ ഈ കഴുകുന്ന സമയത്തൊന്നും ഈ മനുഷ്യന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല, അത് ഹറാമാണ്. അത് ശീല ചുറ്റാതെ തൊടാനും പാടില്ല. വേറെ ഒന്ന് വഇഖ്ബാബുഹു അലാ വജ്ഹിഹി, മയ്യത്തിന്റെ പുറം ഭാഗം കഴുകാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കി മറക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ തിരിക്കി മറക്കുകയൊക്കെ ചെയ്യുമ്പോൾ മയ്യത്ത് മുഖം കുത്തി വീണു പോകാൻ പാടില്ല, ഹറാമാണ്. അത് ശ്രദ്ധിച്ചോളണം. അപ്പൊ മയ്യത്തെ എടുത്തിട്ട് ഇങ്ങനെ മരിച്ചു കിടക്കല്ലേ എന്നുള്ള നിലക്ക് യാതൊരു മയമില്ലാതെ എടുത്തിങ്ങനെ മറച്ചുവിട്ടാൽ അങ്ങോട്ട് പറഞ്ഞു വീണു പോകും. അങ്ങനെയൊന്നും ഒരു മയ്യത്തിനെയും അനാദരിച്ചൂടാ എന്ന് ഇപ്പോഴൂ. അത്യാവശ്യമുള്ള വേറെ ചില സംഗതികൾ കൂടി പറയാം. യുസ്താമരു ഫീ കുല്ലി ദാലിക നഹവു സിദിരിൻ ഔ സാബൂനിൻ. കിതാബിലുള്ള വാചകങ്ങളാണത്. പണ്ട് കാലത്ത് താളി എന്ന് പറഞ്ഞിട്ടൊരു സാധനം മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അഴുക്ക് കളയാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അതില്ലല്ലോ അല്ലേ. താളി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് തിരിഞ്ഞോളന്നില്ല. കിതാബിൽ പറഞ്ഞ താളിയോ സോപ്പോ ഉപയോഗിക്കണം, എന്നിട്ട് നന്നായി ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ നീക്കണം. അപ്പോ നോക്കിക്കോളൂ നിങ്ങൾ, ഒരു കഴുകൽ ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ സോപ്പിടുന്ന ഒരു കഴുകൽ ഉണ്ടാവും. ആ സോപ്പ് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരു കഴുകലുണ്ടാവും. അപ്പൊ രണ്ടായില്ലേ. നോക്കണേ, സുമ്മ യുസബ്ബുൽ മാഉൽ ഖറാഹു മിൻ വസ്തി റഅസിഹി ഇലാ ഖദമിഹി. പിന്നെ അവന്റെ മൂർധാവ് മുതൽ കാൽപാദം വരെ തെളിഞ്ഞ വെള്ളം ഒഴിക്കുക. അപ്പൊ എത്രയായി? 3 എന്നെ ശ്രദ്ധിക്കുക. ഫഹാദിഹി ഗസ്ലത്തുൻ വാഹിദ. ഈ 3 കൂടി ചേരുമ്പോൾ 1. മനസ്സിലായോ? മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് അങ്ങനെയാണ്. ആ സോപ്പിട്ടത് എണ്ണത്തും പെടൂല, ആ സോപ്പ് കഴുകി കളയാൻ വേണ്ടി ഒഴിച്ച വെള്ളവും എണ്ണത്തും പെടൂല. അപ്പൊ തെളിഞ്ഞ വെള്ളം പിന്നെ ഒഴിച്ചു. അപ്പൊ 3. ഈ 3 കൂടി എന്തായി? ഒരു കുളിയായി. ഇനി പരിപൂർണമായ കുളിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്രകാരം 3 പ്രാവശ്യം ചെയ്താൽ പരിപൂർണമായ കുളിയായി എന്നാണ്. അപ്പൊ ടോട്ടലിൽ ഇപ്പോ 9 കുളി വരും. ഈ 9 കൂടി ഒരു 15-20 മിനിറ്റ് മതി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആവശ്യമില്ലാത്തതൊന്നും മനസ്സിലാക്കി വെക്കരുത്, ആവശ്യമുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താ ഇപ്പോ മയ്യത്തിന്റെ കഴുത്ത് മുതൽ കാല് വരെ നമ്മൾ സോപ്പ് ഇങ്ങനെ തേക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, 5 മിനിറ്റ് കൊണ്ട് കിലോ പണി. മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ഒരൽപ്പം കർപ്പൂരം ചേർത്തൽ സുന്നത്താണ്, ചേർത്തിരിക്കണം. കർപ്പൂരം തന്നെയാണ് ഇവിടെയും പറയാ സാധനത്തിന്. അത് മയ്യത്തിന്റെ ശരീരത്തെ, ഡെഡ് ബോഡിയെ ബലപ്പെടുത്തുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അത് ചേർത്തുന്നത് ആവശ്യമാണ്. വഫിൽ അഖീരി ആഖദു, അവസാനം ഒഴിക്കുന്ന വെള്ളമുണ്ടല്ലോ, അതിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് കർപ്പൂരം ചേർത്തുക എന്നത്. അതുകൂടി അവിടെ പഠിച്ചു വെക്കുക. ഇനി കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞതുപോലത്തെ ഒരു പരിപാടി, ആ മയ്യത്തിന്റെ കൈകാലുകള്, ജോയിന്റുകള്, വിരലുകള് എല്ലാം ഒന്ന് മടക്കി നിവർത്തി മയപ്പെടുത്തി തോർത്തുക. പണിയും കഴിഞ്ഞു. ഇതിപ്പോൾ ആർക്കാ ചെയ്തുകൂടാത്തത്? ഞാൻ പറയാം, ഇത് കേൾക്കുന്ന ഏതൊരു സുഹൃത്തും, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് മരിച്ചു കഴിഞ്ഞാൽ, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ, ആ വാപ്പാടെ മുന്നും പിന്നുമൊക്കെ അയാളെ ഇരുത്തിയിട്ട് വയറ് തടകി വല്ല മലമോ മറ്റോ പുറത്തു വന്നാൽ അതൊക്കെ കഴുകി കൊടുക്കാൻ വേറെ ഒരു അന്യനെ ഏൽപ്പിക്കരുത് മക്കളെ. എനിക്കതറിയാം. ഞാനൊരു മയ്യത്ത് പരിപാലനത്തിന്റെ വിശദമായി ചർച്ച ചെയ്ത ഒരു കാസറ്റ് കിട്ടിയിട്ടുണ്ട്, ക്ലാസ്സിൽ പോയിട്ടുണ്ട്, ഞാനത് പഠിച്ചിട്ടുണ്ട്. ഞാനത് ചെയ്തോളാം, ഒരൊറ്റ അന്യനും ഇങ്ങോട്ട് കിടക്കണ്ട. ആ പാല കുളിപ്പിക്കുന്ന നേരത്തേക്ക് ഞങ്ങൾ മതി, മക്കൾ മതി എന്ന് പറയണം, നിങ്ങളോട് ചെയ്യണം. അങ്ങനെ തീരുമാനം എടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പഠിച്ചു എന്ന് കേട്ടു, അതിങ്ങനെ വല്ല വാഹനത്തിലൊക്കെ ഇങ്ങനെ ഓടിങ്ങനെ പോണേരം കാസറ്റ് വണ്ടിയിലൊക്കെ ഇട്ടിട്ടൊന്ന് വെറുതെ ഒന്ന് കേട്ട് കളഞ്ഞു, ഒരു കാര്യമില്ല. ഈ വിഷയം പഠിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി അത് പഠിക്കാൻ വേണ്ടി തന്നെ നിയ്യത്തും ചെയ്ത് ബിസ്മിയും ചൊല്ലി ഇരുന്നിട്ട് ഇങ്ങനെ കാസറ്റോ ക്ലാസ്സോ ഉപയോഗപ്പെടുത്തണം. അല്ലെങ്കിൽ വെറുതെ പോകും. അപ്പം പഠിച്ചാൽ, ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയുന്ന സംഗതിയാണ്. ഇനി ഞാൻ പറയട്ടെ, സ്ത്രീകളൊക്കെ ആകുമ്പോ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇവരെ മുടി എന്തു ചെയ്യും?
എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു അൻഹായുടെ മയ്യിത്ത് കുളിപ്പിച്ചതിന് നേതൃത്വം കൊടുത്ത നുസൈബ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഫളഫിർനാ ശഅറഹാ സലാസത ഖുറൂൻ. മുത്തുനബിയുടെ പ്രിയപ്പെട്ട മകൾ സൈനബ മരിച്ചപ്പോ മയ്യത്ത് കുളിപ്പിച്ച പെണ്ണാണ് ഉമ്മു അത്തിയ, അവരുടെ പേരാണ് നുസൈബ. ആ നുസൈബ ബീവിയാണ് പറയുന്നത്, ഫളഫിർനാ ശഅറഹാ സലാസത ഖുറൂൻ, അവരുടെ മുടി ഞങ്ങൾ 3 മെടഞ്ഞിട്ട് ഫൽഖൈനാഹാ ഖൽഫഹാ, പിന്നിലങ്ങിട്ട് കൊടുത്തു. ചെയ്തോളി. ഇതോടുകൂടി തന്നെ വരാം. കൈ എങ്ങനെ വെക്കേണ്ടത് വലിയ തർക്കാണ് ചില സ്ഥലത്തെ. കൈ എങ്ങനെ വെക്കേണ്ടത്, കൈ എങ്ങനെ വെക്കേണ്ടത്, എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അതാണ് ഈ തർക്കത്തിന് ഒരു കാരണം എനിക്ക് തോന്നുന്നു. ചില ആളുകൾ കണ്ണൂരിന്ന് കാസർഗോഡ് നിന്നൊക്കെ ഇവിടെ മരിച്ച് ഇവിടെ വരും. അപ്പൊ ഇവിടെ ചിലപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, അവിടെ കൈ ഇങ്ങനെ കെട്ടിയായിരിക്കും ചെയ്തിട്ടുണ്ടാകുക. അപ്പൊ ഇയാളാകെ പ്രശ്നം ഉണ്ടാക്കാണ്. ഇവിടുന്ന് നമ്മൾ ചിലപ്പോൾ തിരുവനന്തപുരത്തോ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് നോക്കുമ്പോൾ അവിടെ കൈ ഇങ്ങനെ വെച്ചിരിക്കും, നമ്മളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കെട്ടലാണ്. അപ്പൊ നമുക്ക് പ്രശ്നമായി. ഞാൻ പറയാം, ആ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയദാഹു അലാ സദ്രിഹി ഔ മുർസലത്താൻ, ഞാനാണ് കിതാബിലുള്ളത്. ബിജംബിഹി വയദാഹു അലാ സദ്രിഹി, നെഞ്ചിന്റെ അടുത്ത് പൊക്കിളിന്റെ മേലെ നമ്മൾ സാധാരണ നിസ്കാരത്തിന് കൈയെത്തുന്നത് പോലെ ഇങ്ങനെ വെക്കാം. ഔ മുർസലത്താൻ ബിജംബിഹി, അല്ലെങ്കിൽ ഇങ്ങനെ അവന്റെ കൈ സാധാരണ പോലെ ഇങ്ങനെയും വെക്കാം. കിതാബിലുള്ളതാണ്. അപ്പൊ രണ്ടും ആകാവുന്നത് കൊണ്ട് ചില സ്ഥലത്ത് ഇങ്ങനെ വെക്കും, ചില സ്ഥലത്ത് ഇങ്ങനെ വെക്കും. ഇതിലൊക്കെ കിടന്നിട്ട് മനുഷ്യൻ എന്തെങ്കിലും വലിയ ബഹളം ഉണ്ടാക്കണമെന്നറിയോ? അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയാം. നാം എന്തെങ്കിലും ഒരു സംഗതി പഠിച്ചിട്ടുണ്ടാവും. ആ പഠിച്ചതിന് ബാഹ്യമായി വിരുദ്ധമാകുന്ന എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് ചാടി വീണ് അവിടെ ബഹളം ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മൾ നിഷിദ്ധമായ വല്ല കാര്യവും ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ ഉപദേശിക്കുകയും തടയുകയും ഒക്കെ വേണം, ശരിയാണ്. പക്ഷേ ഞാൻ ഈ കണ്ട സംഗതി നിഷിദ്ധം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള വിവരം നമുക്ക് വേണം. അയാൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു, ആ ചെയ്യുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? അങ്ങനെയും ചെയ്യാൻ വല്ല വകുപ്പും ഉണ്ടാകുമോ? അയാൾ ചെയ്യുന്നത് ശരിയാകാൻ വല്ല സാധ്യതയും ഉണ്ടാകുമോ? ഇതൊക്കെ 100 വട്ടം ആലോചിച്ചിട്ടേ 10 കൊടുക്കാൻ നടക്കാവുള്ളൂ. പക്ഷേ ചില സാധാരണക്കാരായ കാരണവന്മാർ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവരെന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ആ മനസ്സിലാക്കി വെച്ചതിന് എതിരെ എവിടെയെങ്കിലും കണ്ടാൽ അതോടുകൂടി ചാടി വീണിട്ട് അവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നു. അങ്ങനെ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാസറ്റ് കിട്ടാൻ യോഗമുണ്ടായാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരം വിഷയങ്ങൾ ഓരോരോ നാട്ടിലും കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ഇപ്പൊ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞു, തോർത്തി റെഡിയായി. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ സംഭവം ചെയ്യേണ്ടത് മകനാണ്, മകളാണ്, വളരെ വളരെ അടുത്ത ആളുകളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ സംഗതി വശാൽ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റിയ ഒരു മകളില്ലാത്തൊരു സന്ദർഭം വരാം, മകനില്ലാത്ത സന്ദർഭം വരാം, അന്യ ആളുകൾ മയ്യത്ത് കുളിപ്പിക്കാൻ ഇടയാകാം. നമ്മുടെ സുഹൃത്തിന്റെ മയ്യത്ത് ചിലപ്പോൾ നമ്മൾ കുളിപ്പിക്കേണ്ടി വരാം. അത്തരം ഘട്ടങ്ങളിലെല്ലാം ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന ആണായാലും പെണ്ണായാലും അവർ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. ഫഇൻ റആ ഖൈറൻ ദക്കറഹു, ആ മയ്യത്തിന്റെ ശരീരത്തിൽ കുളിപ്പിക്കുന്ന സമയത്ത് ഹൈറായ വല്ലതും ഇവൻ ഈ കുളിപ്പിച്ച ആണിന്റെയോ പെണ്ണിന്റെയോ ദൃഷ്ടിയിൽപ്പെട്ടാൽ ദക്കറഹു, അത് മറ്റുള്ളവരോട് പറയണം. ഔ ശർറൻ കതമഹു, അല്ല മോശപ്പെട്ട വല്ലതും കണ്ടാൽ അത് പറയാതിരിക്കണം. ചിലപ്പോൾ ദുർഗന്ധം വന്നു വരാം, വളരെ വിഷമകരമായ എന്തെങ്കിലുമൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ദർശിച്ചു എന്ന് വരാം. അതൊന്നും മറ്റുള്ളവരോട് പോയി പറയാൻ പാടില്ല. അതേ സമയത്ത് നല്ല സുഗന്ധമുണ്ടായി, അതുപോലെയുള്ള നല്ല ലക്ഷണങ്ങൾ വല്ലതും അനുഭവപ്പെട്ടാലോ അത് പറയണം. ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെയും രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്.
എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? മയ്യത്ത് കുളിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ പൊടിപ്പും തൊങ്ങലും വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്നതൊക്കെ കേൾക്കാനിടയായിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു ചെറിയ ചരിത്രം പറഞ്ഞിട്ട് മയ്യത്ത് കുളിപ്പിക്കുക എന്ന ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. അന്നംറഅതൻ ബിൽ മദീനത്തി ഫീ സമനി മാലിക് റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം മാലിക് എന്നവര് മദീനത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് മദീനയിൽ അടുത്തൊരു പെണ്ണ് മരിക്കുകയും ആ പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തു. എന്താണ് സംഭവം എന്നറിയണോ? ഫൽതസഖത് യദുഹാ അലാ ഫർജിഹാ. ഷെർവാനിയിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. 3-ാം വാള്യം 203-ാമത്തെ പേജിൽ കാണാം. ഫൽതസഖത് യദുഹാ അലാ ഫർജിഹാ. ഈ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ കൈ ആ മയ്യത്തിന്റെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞ സ്ഥലത്തങ്ങ് ഒട്ടിപ്പിടിച്ചുപോയി. ഫതഹയ്യറന്നാസ്. അതോടുകൂടി ആളുകളാകെ പരിഭ്രമചിത്തരായി, എല്ലാവരും ബേജാറായി. ഇനി എന്താണ് ചെയ്യുക? കുളിപ്പിക്കുന്ന സ്ഥലത്തുനിന്ന് സ്ത്രീകള് ഒച്ചപ്പാടും ബഹളവും, കൈ എത്ര ശ്രമിച്ചിട്ടും ഇങ്ങോട്ട് അടർത്തിയെടുക്കാൻ കഴിയുന്നില്ല. മയ്യത്തിന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചു പോയിരിക്കുകയാണ്. പല അഭിപ്രായങ്ങളും ആളുകൾ പറയാൻ തുടങ്ങി. ഹൽ തുഖ്തഉ യദുൽ ഗാസില ഔ ഫർജുൽ മൈത. ഈ കുളിപ്പിച്ച പെണ്ണിന്റെ കൈ അങ്ങോട്ട് മുറിച്ചിട്ട് പ്രശ്നം അവസാനിപ്പിക്കണോ, അതല്ല മയ്യത്തിന്റെ ശരീരം മുറിച്ചിട്ട് പ്രശ്നം തീർക്കണോ? എന്താണ് ചെയ്യേണ്ടത്? തർക്കമായി. പള്ളിയിലെ മുദരിസ് അഭിപ്രായം പറയുന്നു, ഖതീബ് വേറെ അഭിപ്രായം പറയുന്നു. മസലയാണ്, എന്താ ചെയ്യാ? നമ്മള് പ്രശ്നം പരിഹരിക്കണ്ടേ? അങ്ങനെ അവിടെ തർക്കം മൂർജിച്ചു വന്ന സമയത്ത് അതാ ഫസ്തുഫ്തിയ മാലികുൻ ഫീ ദാലിക. നമുക്കിവിടെ മഹാനായ മാലിക് ഇമാം ഉണ്ടല്ലോ, അവരോട് ചെന്നിട്ട് വിധി ചോദിക്കാം. ജനങ്ങളങ്ങോട്ട് ഓടിച്ചെന്ന്, മഹാനായ തങ്ങളെ, ഞങ്ങളെ വീട്ടിലിങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തൊരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. കുളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിന്റെ കൈ ആ മയ്യത്തിന്റെ ശരീരത്തിൽ ഒട്ടിപ്പോയിരിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം തങ്ങളെ? ആ സമയത്ത് ബഹുമാനപ്പെട്ട മാലിക് ഇമാം പറഞ്ഞു കൊടുക്കുന്നു, സുഹൃത്തുക്കളെ, നിങ്ങൾ ചെന്നുകൊണ്ട് ആ പെണ്ണിനോട് ചോദിക്കണം, എടി പെണ്ണേ, നീ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് വല്ലതും പറഞ്ഞോ? ഇവര് വന്നിട്ട് ചോദിക്കുന്നു. ആ പെണ്ണ് പറയുകയാൽ, ഞാൻ ഇവിടെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞുപോയി, താലമാ അസാ ഹാദൽ ഫർജു റബ്ബാ. ഇവളീ സ്ഥലം കൊണ്ട് തന്റെ റബ്ബിനോട് എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാനങ്ങ് പറഞ്ഞുപോയി. പറഞ്ഞു തീരേണ്ട താമസം എന്റെ കയ്യിലൂടെ ഒട്ടിപ്പിടിച്ചുപോയി. ഇങ്ങനെ പറഞ്ഞപ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അവരോട് പറയുന്നു, ഹാദാ ഖദ്ഫുൻ. ഇത് ആരോപണം പറയലാണ്. ആരോപണം പറയുന്നതിന് പരിശുദ്ധമായ ഇസ്ലാമിലൊരു ശിക്ഷയില്ലേ? ഇജ്ലിദൂഹാ സമാനീൻ. ആ പെണ്ണിനെ നിങ്ങൾ 80 അടി അങ്ങോട്ട് കൊടുക്കൂ. ആരോപണം പറഞ്ഞതിന്റെ ശിക്ഷയാണ് 80 അടി അങ്ങ് കൊടുക്കൂ. 80 അടി അങ്ങ് അടിച്ചപ്പോ കൈ അത്ഭുതകരമായിട്ട് ഇളകി വന്നു. ഇതൊക്കെ എന്തിനാ? റഹ്മാനായ റബ്ബ് ഇതുപോലെയുള്ള ചില രംഗങ്ങളൊക്കെ ദുനിയാവിൽ ബാക്കി വെച്ചത് നമ്മളൊക്കെ ചിന്തിക്കുവാനും പാഠം ഉൾക്കൊള്ളുവാനുമാണ്. ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ പലരുടെയും പച്ചമാംസം കൊത്തിവലിച്ചു. ഇനി മരിച്ചിട്ടും ആളെ സംബന്ധിച്ച് ആരോപണം പറയുന്നുവോ? സഹോദരിമാര് ചിന്തിച്ചോ? ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഞാനും ഇതുപോലെ അടുത്ത ഭാവിയിൽ മയ്യത്താകും. എന്റെ ശരീരത്തിന്റെ സൗന്ദര്യമുള്ള എന്തെല്ലാം ഭാഗങ്ങൾ, അതിന്റെ സൗന്ദര്യം നിലനിർത്താൻ ഞാൻ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ ഞാനും മൗത്തായാൽ എനിക്കും വരാനുള്ള സ്ഥിതി ഇതാണല്ലോ. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് വളരെ ഭംഗിയായി തെറ്റുകൂടാതെ നിങ്ങളാ മയ്യത്ത് കുളിപ്പിക്കുന്ന ജോലി എന്ന് ചെയ്തു കൊടുക്കൂ. വലിയ പ്രതിഫലം അല്ലാഹുവിങ്കൽ നിന്ന് നേടൂ. ഇത്ര
മാത്രമേ മയ്യത്ത് കുളിപ്പിക്കലുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇപ്പൊ പറയാനുള്ളൂ. പലപ്പോഴും എന്താ സംഭവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കുറെ ആളുകൾ അങ്ങോട്ട് കയറിയിട്ട് ബഹളം തന്നെ, ഒച്ചപ്പാടും തർക്കവും പിണങ്ങിപ്പോക്കും. അത് അവസാനിപ്പിക്കണം. ഖലാസ്. ഇനി അടുത്തത് മയ്യത്ത് കഫൻ ചെയ്യലാണ്. തക്ഫീനുൽ മയ്യിത്ത്, മയ്യത്ത് കഫൻ ചെയ്യൽ. ആദ്യം തന്നെ അത് പറയുന്നത് എങ്ങനെയാന്ന് പഠിക്കുക. കഫം ചെയ്യാന്നാണ് ചിലർ പറയല്. എന്താ പറയാ? കഫം ചെയ്യാൻ. അങ്ങനല്ല, കഫൻ ചെയ്യുക എന്നാണ്. കഫൻ എന്ന് പറഞ്ഞാൽ ആ വാചകത്തിന്റെ അർത്ഥം ശവപ്പുടവ എന്നാണ്. മൃതശരീരം പൊതിയുന്ന വസ്ത്രത്തിനാണ് കഫൻ എന്ന് പറയുന്നത്. കഫനാന്ന് പറഞ്ഞാൽ ഈ മൃതശരീരം ആ പുടവയിൽ വെച്ച് പൊതിഞ്ഞു എന്നാ. അപ്പൊ ഇങ്ങനെ മയ്യത്തിന് പൊതിയുന്നതിന് കഫൻ, കഫൻ ചെയ്യുക എന്നാണ് പറയേണ്ടത്. കഫം ചെയ്യുക എന്നല്ല പറയുന്നത്. പഠിക്കുക. പിന്നെ അടുത്തത്, ഇനി മയ്യത്ത് കഫൻ ചെയ്യണമെങ്കിൽ അതിന് പുടവ വേണം. നമ്മുടെ ശ്രദ്ധിച്ചോളേ. അഖല്ലുൽ കഫനി ഫിർ റജുലി വൽ മർഅതി സൗബുൻ യസ്തുറു ജമീഅൽ ബദൻ. ശരീരമാസകലം മൂടുന്ന ഒരു വസ്ത്രമാണ് ആണായാലും പെണ്ണായാലും ഏറ്റവും ചുരുങ്ങിയ കഫൻ പുടവ. കാണാതെ പഠിച്ചോക്കണേ. ചില മലയാള പുസ്തകങ്ങളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധ്യതയുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് മാ ബൈന സുറത്തി വറുക്കുബത്തി, മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറക്കാവുന്ന ഒരു പുടവയാണ് എന്ന് കാണാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാല്, ഈ കഫം പുടവയുമായി ബന്ധപ്പെട്ട് കുറേ മസാലകൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ അതെല്ലാം കൂടി വാരി വലിച്ചിട്ട് ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം പറയാണ്. അള്ളാഹുവിന്റെ ഹക്ക്, മയ്യത്തിന്റെ ഹക്ക്, അനന്തരാവകാശികളുടെ ഹക്ക്, കടക്കാരുടെ ഹക്ക്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഔറത്ത് മറക്കുന്ന വസ്ത്രം അത് അള്ളാഹുവിന്റെ ഹക്കാണ്. അത് ഒരാൾക്കും അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ ശരീരമാസകലം മറയ്ക്കുന്ന ഒരു പുടവ അത് മയ്യത്തിന്റെ ഹക്കാണ്. അപ്പൊ അതിൽ അള്ളാഹുവിന്റെ ഹക്കും മയ്യത്തിന്റെ ഹക്കും രണ്ടും കൂടി കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് അതും ഒരാൾക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ ഈ മയ്യത്തിന് വേണമെങ്കിൽ എനിക്ക് അത്ര വലിയ തുണി വേണ്ടാന്ന് പറഞ്ഞ് വസിയത്ത് കൊണ്ട് അതില്ലാതാക്കാൻ കഴിയും എന്നും അദ്ദേഹം വസിയത്ത് ചെയ്താലും അതില്ലാതാവില്ല എന്നും അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, അഖല്ലുൽ കഫനി ഫിർ റജുലി വൽ മർഅതി സൗബുൻ യസ്തുറു ജമീഅൽ ബദൻ. ശരീരമാസകലം മറയ്ക്കാൻ പറ്റുന്ന ഒരു വസ്ത്രം ആണായാലും പെണ്ണായാലും നിർബന്ധമാണ്. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉത്തമവും പരിപൂർണവും ശരീരമാസകലം മറയ്ക്കാൻ പറ്റുന്ന 3 പുടവകളാകുന്നു. അതും കാണാതെ പഠിച്ചോളൂ. അതിൽ അപ്പുറം വേറെ എന്തെങ്കിലും നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് മാറ്റേണ്ട ധാരണകൾ മാറ്റിയെന്നെ, അല്ലാതെ നിവൃത്തിയില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അക്മല്, പരിപൂർണമായത്, ഉത്തമം ഏതാണ്? 3 പുടവകളാണ്. ശരീരം ഒട്ടാകെ മറയ്ക്കാൻ പറ്റുന്ന 3 തുണി. പക്ഷേ ഒരാൾ മരിച്ചു. ആ മരിച്ചയാളുടെ കഫം പുടവക്ക് ഉപയോഗിക്കുന്ന പണം അദ്ദേഹത്തിന്റെ സ്വത്താവുകയും അദ്ദേഹത്തിന്റെ ഉള്ള സ്വത്തെല്ലാം കൂടി ഉപയോഗിച്ചാലും തീരാത്ത അത്ര വലിയ കടം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ഈ കടക്കാർ വന്നിട്ട് 3 തുണിയിൽ പൊതിയാൻ പറ്റൂല എന്ന് പറയുകയും ചെയ്താൽ ഒരു തുണിയേ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. പടച്ച റബ്ബ് എല്ലാ കടബാധ്യതകളിലും നമ്മളൊക്കെ സലാമത്താകട്ടെ. മനസ്സിലായപ്പോ നിങ്ങൾക്ക് പറഞ്ഞെന്താന്ന്? മയ്യത്തിന്റെ സ്വത്തും തന്നെ എടുത്തിട്ടാണ് തുണി വാങ്ങുന്നത്. അയാളെ സ്വത്ത് മൊത്തം കൊടുത്താലും തീരാത്ത കടമുണ്ട്. കടക്കാർ പറയാണ് അയാളെ 3 തുണി പൊതിയാൻ പറ്റൂല. എന്നാൽ എത്ര തുണിയിലേ പൊതിയാൻ പറ്റുള്ളൂ? 1 തുണിയിലേ പൊതിയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സാഹചര്യമൊന്നും ഇല്ലെങ്കിലോ 3 തുണി ഉത്തമം എന്ന് മാത്രമല്ല നിർബന്ധമാവുന്നതാണ്. ഇരിക്കട്ടെ. ഇനി സ്ത്രീകൾക്ക് പറയാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇസാറുൻ, ഒരു അരയുടുപ്പ്, വ ഖമീസുൻ, ഒരു ഖമീസ്, കഴുത്ത് മുതൽ പാദം വരെയുള്ള കുപ്പായം,
വഹിമാറുൻ, ഒരു മുഖമക്കന. ഇപ്പൊ എത്രയായി? ഫാത്തിമ ഇറങ്ങിപ്പോയാ, ഏതെങ്കിലും ഒരു ഫാത്തിമ വിളിയേട്ടാ മതിയായിരുന്നു. ഇപ്പൊ എത്രയായി? 3 ആയി കേട്ടോ. വസ്സലഫാഫത്താനി, 2 പുടവയും. അപ്പൊ എത്രയായി? 5. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 5 എണ്ണമാണ്, 5 കഷ്ണം. പുരുഷന്മാർക്ക് ഉത്തമവും ശ്രേഷ്ഠവും 3, സ്ത്രീകൾക്ക് 5. സ്ത്രീകളുടെ 5 എന്ന് പറഞ്ഞാൽ 5 തുണിയല്ല, പിന്നെയോ ഒരു അരയുടുപ്പ്, പിന്നെ ഒരു കമീസ്. കമീസ് എന്ന് പറയുമ്പോൾ കഴുത്ത് മുതൽ കാല് വരെ ഉള്ളതാണ്, കയ്യൊക്കെ ഉണ്ടാവും, അതാണ് കമീസ് എന്ന് പറയാം. പിന്നെ ഒരു മുഖമക്കര, 2 പുടവയും, പുരുഷന്മാർക്ക് കൊടുത്തതുപോലെയുള്ള ശരീരം ഒട്ടാകെ മറയുന്ന 2 പുടവ, ഇങ്ങനെ 5. ഇനി പുരുഷന്മാർക്ക് ഈ സ്ത്രീകളെ പോലെ 5 ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ചില തെളിവുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർക്ക് 3 എന്നതിൽ നിന്ന് നമ്മൾ 5 കഷണം കൊടുക്കുകയാണെങ്കിൽ അത് 1 തലപ്പാവാക്കുക, പിന്നെ 1 കമീസും ആക്കുക, പിന്നെ 3 പുടവിയാക്കുക. അപ്പൊ ഈ കമീസും തലപ്പാവും കൊടുത്തതിന്റെ ശേഷം അത് ഏറ്റവും അടിയിലാക്കിയിട്ട് പിന്നെ 3 പുടവയിൽ പൊതിയുക എന്നാണ്. പക്ഷെ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ മയ്യത്തിന്റെ അവകാശികളിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. മയ്യത്തിന്റെ സ്വത്തെടുത്തിട്ട് ഇത് വാങ്ങണമെങ്കിൽ ആ കുട്ടികളുടെ അനുവാദം അല്ലാതെ എടുക്കാൻ പറ്റില്ല. 3-ൽ കൂടുതൽ വാങ്ങണമെങ്കിൽ അനന്തരാവകാശികളുടെ അനുവാദം വേണം. എന്തിന് 3 മതിയല്ലോ? പുരുഷന്മാർക്ക് ഉത്തമവും പരിപൂർണവും 3ആണ്, പിന്നെ 3-ൽ കൂടുതൽ ഉണ്ടാക്കാൻ പോണത്. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തലപ്പാവും കമീസുമാണ്. പക്ഷേ അതിന് അനന്തരാവകാശികളൊക്കെ സമ്മതിക്കണം. ഒരു മകൻ, പ്രായപൂർത്തിയായ മകൻ തന്നെ പറയണം, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. അതേ സമയത്ത് പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടികളുണ്ടെങ്കിലോ ആ കുട്ടികളെ സമ്മതം എടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ പരിപൂർണമായ രീതി തന്നെ പഠിച്ചു വെക്കുക. ഇനി ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരാണെങ്കിലും നിങ്ങളുടെ ഒരു വളരെ അടുത്ത ഒരാളെ നിങ്ങൾക്ക് കഫൻ ചെയ്യണം. പുരുഷനാണോ മരിച്ചത്, ആ പുരുഷന്റെ, ആ ബന്ധുവിന്റെ, നിങ്ങളുടെ ജ്യേഷ്ഠനോ അനുജനോ ആണ്, അല്ലെങ്കിൽ വാപ്പയോ മകനോ ആരോ ആണ്, ആ മനുഷ്യന്റെ മൃതശരീരം പൂർണ്ണമായി പൊതിയാൻ പറ്റുന്ന 3 വസ്ത്രം നിങ്ങൾ അതാ കഫൻ പുടവയായി ഏൽപ്പി വെക്കൂ. ബേജാറാകേണ്ടതില്ല. 3 തുണി സംഘടിപ്പിക്കുക. ചില സ്ഥലത്തൊക്കെ മരിച്ച വീട്ടിൽ തുണി മുറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ ബഹളമാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ലേ എന്തുകൊണ്ട് തുണി മുറിക്കുന്ന ബഹളം? ആർക്കാണ് ഇത് മുറിച്ചുകൂടാത്തത്? ആർക്കാണ് ഇത് ചെയ്തുകൂടാത്തത്? നന്നായി പഠിച്ചിട്ട് നിങ്ങളത് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന സംഗതികൾ തന്നെയാണ്. ഇനി പറയട്ടെ, ഈ കഫൻ പുടവ വലിയ വിലയുള്ളതും അതുപോലെ പുതിയതും ഇതൊക്കെ തന്നെ ആകണം എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. നോക്കിക്കോളൂ. വഅൻ സമൂറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇൽബസുൽ ബയാല, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുകയും, ഫഇന്നഹാ, നിശ്ചയം വെള്ള വസ്ത്രം, അത്ഹറു വ അത്യബു, അതേറ്റവും പരിശുദ്ധിയാണ്, അതേറ്റവും നല്ലതാണ്. വകഫിനു ഫിഹാ മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചു പോകുന്നവരെ ആ വെള്ള വസ്ത്രത്തിൽ തന്നെ നിങ്ങൾ കഫൻ ചെയ്യുകയും ചെയ്യുവീൻ. عن عائشة رضي الله عنها قالت, عائشة ബീവി പറയാണ്, കുഫിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സലാസത്തി അസ്വാബ്, നബി തങ്ങളെ 3 കഷ്ണം വസ്ത്രത്തിലാണ് കഫൻ ചെയ്തിട്ടുള്ളത്. ബീളിൻ, വെള്ള വസ്ത്രം, സഹൂലിയത്തിൻ, സഹൂൽ എന്ന് പറയുന്നത് യമനിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. സഹൂലിയ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് വെച്ചിട്ട് മേഡ് ചെയ്തതെന്നോ, ആ സ്ഥലത്ത് വെച്ചിട്ട് നെയ്തതെന്നോ നിർമ്മിച്ചതെന്നോ ആവും. അപ്പൊ എന്താണ് ആയിഷ ബീവി പറയുന്നത്? യമനിന്റെ പ്രാന്തപ്രദേശമായ സഹൂലിൽ വെച്ച് നിർമ്മിച്ച വെള്ള വസ്ത്രത്തിൽ, മിൻ കുർസുഫിൻ, അതും പരുത്തി വസ്ത്രത്തിൽ, ഇതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തത് എന്ന് ആര് പറയുന്നു? അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന ബീബി ആയിഷ. അവര് വല്ലാത്ത ഭാഗ്യം ചെയ്ത ഒരു പെണ്ണാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, പുന്നാര നബി വഫാത്താകുമ്പോ ഈ ആയിഷ ബീവിക്ക് 18 വയസ്സാണ് പ്രായം.
നിങ്ങൾക്കറിയണോ എന്തെല്ലാം സങ്കീർണമായ വിഷയങ്ങളാണ് അവർ ലോകത്തിന് പറഞ്ഞു തരുന്നതെന്നറിയുമോ? വല്ലാത്ത ഓർമ്മശക്തിയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ആയിഷ ബീവിയുടെ 6-ാമത്തെ വയസ്സിൽ നടന്ന സംഭവം അവർ പറയുന്നുണ്ട്. 9-ാമത്തെ വയസ്സിൽ നടന്ന സംഭവം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്ര നല്ല ഓർമ്മശക്തിയുള്ള തികഞ്ഞ ഒരു പണ്ഡിതയാണ് മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. അവർ കൃത്യമായിട്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തത് 3 വസ്ത്രത്തിലാണ്. ആ 3 വസ്ത്രം വെള്ള വസ്ത്രമാണ്, അത് യമനിൽ നിർമ്മിച്ച വസ്ത്രമാണ്, അത് പരുത്തി വസ്ത്രമാണ് ഹദീസിൽ. അപ്പോ ഈ പറഞ്ഞതിൽ നിന്ന് പോളിസ്റ്ററും ഒരുപാട് വില കൂടിയതൊന്നും വേണ്ട എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇനി വേറെ ഒരു ഹദീസ്, ഇദാ കഫന അഹദുക്കും അഖാഹ് ഫൽയുഹ്സിൻ കഫനഹു ഖാല റസൂലുള്ളാഹി. നിങ്ങളിൽ ആരുടെയെങ്കിലും സഹോദരനെ കഫൻ ചെയ്യുകയാണെങ്കിൽ അതിനുപയോഗിക്കുന്ന വസ്ത്രത്തെ അവൻ മെച്ചപ്പെടുത്തിക്കൊള്ളട്ടെ. ഖാല റസൂലുള്ളാഹി. അപ്പോഴോ ഞാൻ ആദ്യം പറഞ്ഞെന്താണ്? വില കൂടിയത് വേണ്ടാന്നല്ലേ? ഇപ്പൊ പറയുന്നു ഈ ഹദീസിന്, ഇത് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ഇദാ കഫന അഹദുക്കും മഖാഹു ഫൽയുഹ്സിൻ കഫനഹു. അവൻ ആ കഫൻ പുടവയെ മെച്ചപ്പെടുത്തിക്കൊള്ളട്ടെ. അപ്പൊ എന്തായി? നല്ല വില കൂടിയ തന്നെ വാങ്ങണമെന്ന് മനസ്സിലാവുന്നുണ്ടോ? നോക്കുക, ഇതിന്റെ അർത്ഥം വൽ മുറാദു ബി തഹ്സീനിഹി, കഫൻ പുടവയെ മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ബയാലുഹു, വെളുത്തതാവുക എന്നും, വനലാഫത്തുഹു, വൃത്തിയുള്ളതാവുക എന്നും, വസൗഹു, വീതിയും വിശാലതയും ഒക്കെ ഉള്ളതാവുക എന്നും, വകസാഫത്തുഹു, നല്ല തിക്കുള്ള വസ്ത്രമാവുക എന്നുമൊക്കെയാണ്, അല്ലാതെ വില കൂടിയതാവുക എന്നല്ല. അപ്പൊ ആദ്യം പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതെല്ലാം കൂടി യോജിച്ചോ? യോജിച്ചിട്ടുണ്ടെങ്കിൽ യോജിച്ചു എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം. യോജിച്ചു, അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾ സാധാരണഗതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പുതിയ വസ്ത്രം തന്നെ സംഘടിപ്പിക്കലാണ് അല്ലേ? കാരണം ആ ആവശ്യത്തിന് മതിയാകുന്ന മയ്യത്ത് വെച്ചിട്ട് ഇങ്ങനെ പൊതിയാനൊക്കെ പറ്റുന്ന വീതിയും നീളവും ഒക്കെ ഒത്തതൊക്കെ ഇല്ലാത്തത് കൊണ്ടോ, ഇനിയിപ്പോ ഉള്ളതോടുകൂടി തന്നെ പുതിയത് വാങ്ങി എന്ന് വിചാരിച്ചിട്ട് വിരോധമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പുതിയത് തന്നെ വേണം എന്നുണ്ടോ? അതില്ല. അതിന് തെളിവുണ്ട്. ഞാൻ ഒരു തെളിവ് നിങ്ങളെ കേൾപ്പിക്കുന്നു. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിലെ ഒന്നാമനാണ്, ഏറ്റവും ഉന്നതനായ നേതാവാണ്. ബഹുമാനപ്പെട്ടവർ അതാ മരണം സംഭവിച്ച രോഗത്തിൽ കഴിയുമ്പോൾ അവിടുത്തെ മകൾ, അതേ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പുന്നാര ബീവി ആയിഷ, വാപ്പായെ കാണാൻ വേണ്ടി അടുത്തേക്കൊന്ന് ചെന്നു നിൽക്കുന്നു. വാപ്പയും മകളും പല കാര്യങ്ങളും സംസാരിക്കുന്നു. ആ സംസാരത്തിനിടയിൽ മുത്തുനബിയെ കഫൻ ചെയ്തത് എത്ര വസ്ത്രത്തിലാണെന്ന് പോലും അബൂബക്കർ സിദ്ദീഖ് മകളോട് ചോദിക്കുന്നു. അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വസ്ത്രം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ആയിഷ ബീവിയോട്, വീട്ടുകാരോട് പറയുകയാണ്, യഗ്സിലൂ സൗബീ ഹാദാ, എന്റെ ഈ വസ്ത്രം നിങ്ങൾ എടുത്തിട്ടൊന്ന് കഴുകണം. വസീദു അലൈഹി സൗബൈനി, വേറെ 2 വസ്ത്രവും കൂടി അതിലേക്ക് ചേർക്കണം. ഫകഫിനൂനി ഫിഹാ, അത് 3ഉം ചേർത്തിട്ട് നിങ്ങൾ എന്നെ കഫൻ ചെയ്യണേ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇന്ന ഹദാ ഖലഖ്, പഴയതല്ലേ, പുതിയതല്ലല്ലോ? ആയിഷ ബീവി അബൂബക്കർ സിദ്ദീഖ് എന്ന പിതാവിനോട് ചോദിക്കുന്നു. അപ്പൊ അവര് പറയുന്നു, ഇന്നൽ ഹയ്യ അഹഖു ബിൽ ജദീദി, മോളെ പുതിയതൊക്കെ ജീവിച്ചിരിക്കുന്നവർക്കല്ലേ ഏറ്റവും ബന്ധപ്പെട്ടത്. മയ്യത്തിന് നമ്മൾ നൽകുന്ന വസ്ത്രം ഇന്നമാ ഹുവ ലിൽ മുഹ്ലാ, ദുർനീരുകൾക്കുള്ളതല്ല മോളെ. അതുകൊണ്ട് തന്നെ മരിച്ചുപോയവരെക്കാൾ പുതിയത് ഉപയോഗിക്കാൻ അർഹതപ്പെട്ടത് ജീവിച്ചിരിക്കുന്നവരല്ലയോ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് ഞാൻ പറഞ്ഞത് എന്നെ കേൾക്കുന്ന ആളുകള് ഇനി എല്ലാ മയ്യത്തും പഴയ വസ്ത്രത്തിൽ പൊതിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പുതിയ വസ്ത്രം വാങ്ങി പുതിയ വസ്ത്രത്തിൽ പൊതിയുന്നതിന് ഈ പറഞ്ഞതൊന്നും എതിരല്ല. എന്നാൽ
സ്ത്രീകൾക്കൊരു മുഖമക്കനയും ഒരു നിസ്കാരക്കുപ്പായവും വേണമല്ലോ. അത് അവരാ ഉപയോഗിച്ച നിസ്കാരക്കുപ്പായം മരിക്കുന്നത് വരെ നിസ്കരിച്ച നിസ്കാരക്കുപ്പായവും മുഖമക്കനയും കൊടുക്കാൻ തുടങ്ങുമ്പോ പറ്റൂലെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ വാശി പിടിക്കണ്ട, അത് നല്ലതല്ലേ, അത് നല്ലതല്ലേ, അതിന് തടസ്സം. അപ്പൊ ബുദ്ധി തന്നെ വേണമെന്ന് വാശി പിടിക്കേണ്ടതില്ല. ഇതുപോലെ എത്രയോ തെളിവുകൾ നമുക്ക് അങ്ങനെ വാശി പിടിക്കണ്ട എന്ന് പറയാൻ നമ്മുടെ മുന്നിലുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു തന്നത്. അപ്പോ സ്ത്രീകൾ നമ്മൾ മയ്യത്ത് കഫൻ ചെയ്യുമ്പോ പിന്നെ അവര് ജീവിതകാലത്ത് നിസ്കരിക്കാൻ പലപ്പോഴും ഉപയോഗിച്ച നിസ്കാരക്കുപ്പായം അത് കമ്മീസായിട്ടും കൊടുത്തോളൂ, മുഖമക്കന, ബാക്കിയുള്ളത് പുതിയത് സംഘടിപ്പിച്ചോളൂ, എളുപ്പമായി എന്തേ അതല്ലേ അല്ലേ, ആയിക്കോട്ടെ. പിന്നെ കഫൻ ചെയ്തു തുടങ്ങിയിട്ടില്ല കേട്ടോ, പക്ഷെ അതിന്റെ വസ്ത്രത്തിന്റെ വർത്തമാനാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കഫൻ പുടവ മരിക്കണതിന്റെ മുമ്പ് ചില ആളുകൾ ശേഖരിച്ച് വെക്കലുണ്ട് അല്ലേ? അതിനൊക്കെ എന്തെങ്കിലും ഇസ്ലാമികമായിട്ട് വല്ല തെളിവുണ്ടോ? ഉണ്ട്. സാലിഹീങ്ങളുടെ വസ്ത്രം, മഹാന്മാരുടെ വസ്ത്രമൊക്കെ നമ്മൾ വാങ്ങി കഫൻ പുടവയായി ഉപയോഗിക്കുവാൻ വേണ്ടി സ്റ്റോക്ക് ചെയ്യുന്നതിന് തെളിവ് ഇസ്ലാമികമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ സാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട, അതുപോലെ മക്ക, മദീന, സംസം ഇങ്ങനെയുള്ള ബറക്കത്താക്കപ്പെട്ട സ്ഥലങ്ങളും സന്ദർഭങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട വല്ല വസ്ത്രങ്ങളും, അതുപോലെ കഴിയുന്നതും ഒരു ഹറാമിന്റെ കലർപ്പില്ലാത്ത നല്ല പണം ഉപയോഗിച്ച് വാങ്ങിയതൊക്കെ എന്റെ മയ്യത്ത് പൊതിയാൻ ഉപയോഗിക്കണം എന്ന നിലക്കൊക്കെ ആരെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ അതിന് തെറ്റ് പറയാനില്ല. നോക്കൂ, അൻ സഹ്ലി ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന ഇംറഅതൻ ജാഅത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ബുർദ. ഒരു പെണ്ണ് പുന്നാര നബിന്റെ അടുത്ത് ഒരു ബുർദയുമായി വന്നു. ബുർദ എന്ന് പറഞ്ഞാൽ ഒരു പുതപ്പ്, ഒരു വസ്ത്രം. ആ വസ്ത്രം അവർ പറയുന്നുണ്ട്, നസജ്തുഹാ ബിയദയ്യ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ വസ്ത്രം ഞാൻ എന്റെ കൈകൊണ്ട് സ്വന്തം നെയ്ത് കൊണ്ടുവരികയാണ്. എന്തിനാണെന്നറിയോ? ഹബീബായ നബിയേ, അങ്ങേക്കിത് സമ്മാനിക്കുവാൻ വേണ്ടിയാണ്. എന്റെ കൈകൊണ്ട് ഞാൻ നെയ്തതാ, ഇതൊന്ന് സ്വീകരിച്ചാലും അങ്ങേക്ക് സമ്മാനമായി തരികയാണ് യാ റസൂലല്ലാഹ്. അപ്പോ ആദരവോടുകൂടി ബഹുമാന പുരസ്സരം തനിക്ക് ലഭിച്ച ആ ഹദിയ, ആ സമ്മാനം, വളരെ താല്പര്യപൂർവ്വം അവരിൽ നിന്ന് നബി തങ്ങൾ ആ വസ്ത്രം സ്വീകരിച്ചു. അങ്ങനെ ആ വസ്ത്രം ധരിച്ചു. ഫഖറജ ഇലൈന, നബി തങ്ങൾ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ അരികിലേക്ക് വന്നു. ഫഖാല ഫുലാനുൻ, അപ്പോ ഒരാള് അത് നല്ലവണ്ണം ഒന്നിങ്ങനെ നോക്കി, മാ അഹ്സനഹ, എന്ത് നല്ല വസ്ത്രമാണിത്, അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഖാക്കളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് പുതിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ട്. അപ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ, മാ അഹ്സനഹ, ഇതെന്ത് നല്ലൊരു വസ്ത്രമാണ്, ഇത്ര നന്നായിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട് ട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞു, അതെനിക്ക് തരാവോ എന്ന് ചോദിച്ചു. എന്നാലോചിച്ചു നോക്കിങ്ങള്, അത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല നബി അതെനിക്ക് ഇങ്ങ് തരാവോ? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം, അതെ നിനക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ നബി തങ്ങള് വീട്ടിലേക്ക് പോയി ആ വസ്ത്രം അഴിക്കുകയും ഫതവാഹ, അതിങ്ങനെ മടക്കുകയും ചെയ്തു. സുമ്മ അർസല ബിഹാ ഇലൈഹി, അത് ചോദിച്ച തന്റെ സ്നേഹിതന് ആ വസ്ത്രം നബി തങ്ങൾ കൊടുത്തയക്കുകയും ചെയ്തു. ഫഖാല ലഹുൽ ഖൗമു, ഇതെല്ലാം കണ്ട ആളുകൾ അദ്ദേഹത്തോട് പറയുന്നു, മാ അഹ്സൻത ലബിസഹൻ നബിയു മുഹ്താജൻ ഇലൈഹാ, നീ ചെയ്തത് ശരിയായില്ലടാ. നബിത്തങ്ങൾ വളരെ താല്പര്യപൂർവ്വമാണ് ആ വസ്ത്രം ധരിച്ചത്. അത് ധരിച്ചിങ്ങ് വന്നപ്പോഴേക്ക് നീ അത് ചോദിച്ചല്ലോ, ചോദിച്ചത് കൊണ്ടല്ലേ നബിത്തങ്ങളെ നിനക്ക് പറയേണ്ടി വന്നത്. അതുകൊണ്ട് നീ ചോദിച്ചത് ശരിയായില്ല. നിനക്കറിയില്ലയോ
വാലിംത അന്നഹു ലാ യറുദ്ദു സായില, നബി തങ്ങൾ ചോദിച്ചവനെ മടക്കുകയില്ല എന്ന് നിനക്കറിയില്ലേ, അതുകൊണ്ട് നീ അത് ചോദിക്കുന്നതായിരുന്നല്ലോ, ചോദിക്കാൻ പാടില്ലായിരുന്നു, നീ ചെന്നത് ശരിയായില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ സഹാബി വരുന്നവരോട് പറയുന്നു, ഇന്നി വല്ലാഹി മാ സഅൽതുഹു ലിയൽബസഹാ, അല്ലാഹുവിന് സത്യം, ഞാൻ നബി തങ്ങളോട് ആ വസ്ത്രം ചോദിച്ചു വാങ്ങിയത് എനിക്ക് ധരിക്കുവാൻ വേണ്ടിയല്ല, ഇന്നമാ സഅൽതുഹു ലിതകൂന കഫനീ, ആ വസ്ത്രം എന്റെ കഫൻ പുടവയായി ഉപയോഗിക്കുവാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് കൂട്ടരേ. എല്ലാ ബന്ധങ്ങളും തകർന്നു, ആരോരുമില്ലാതെ ഒറ്റക്ക് ഞാൻ പോയി കബറാകുന്ന 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ശരീരം സ്പർശിച്ച ഒരു വസ്ത്രത്തിൽ എനിക്ക് കബറിലേക്ക് പോകാൻ കഴിഞ്ഞാൽ അതിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയാണ് കൂട്ടുകാരേ എന്ന് ഈ സഹാബി പറഞ്ഞപ്പോൾ പിന്നെ ആരും അദ്ദേഹത്തെ ആക്ഷേപിച്ചില്ല. മാത്രമല്ല ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫക്കാരത്ത് കഫനഹു, അദ്ദേഹം മരിച്ചപ്പോൾ ആ വസ്ത്രത്തിൽ തന്നെയാണ് കഫൻ ചെയ്തത്.